أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. مثل الجنة التي وعد المتقون تجري من تحتها الأنهار أكلها دائم وظلها تلك عقبى الذين اتقوا وعقبى الكافرين النار. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. الجنة أقرب إلى أحدكم مثل شراك عليه والنار مثل ذلك أو كما قال رسول الله صلى الله عليه وسلم. يا خير من دفنت بالقاع عظمه فطاب من طيبهن القاع ولكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته على الصراط إذا ما زلت القدم. وصاحباك فلا أنساهما أبدا مني السلام عليكم ما جرى القلم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സർവാദരണീയരായ സയ്യിദ് അവർകളെ, ഉസ്താദുമാരെ, മഹല്ല് കമ്മിറ്റി നേതാക്കളെ, ഉറൂസ് കമ്മിറ്റി ഭാരവാഹികളെ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ റജബ് മാസത്തിൽ നമ്മുടെ ഈ പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ പേരിലുള്ള ഉറൂസ് മുബാറക്കിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും കാരണം നമ്മുടെ എല്ലാവരുടെയും ഈമാൻ ശരിയായ രൂപത്തിൽ ഊട്ടിയുറപ്പിച്ച് കാമിലായ ഈമാനോടെ മൗത്താകുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി ഖിദ്മത്ത് ചെയ്യാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, ഉസ്താദുമാര്, സാദാത്തുക്കൾ, പ്രത്യേകിച്ച് ഈ ഉറൂസ് മുബാറക്കിന് എല്ലാവിധ നേതൃത്വവും നൽകുന്ന ഈ നാട്ടിലെ നല്ലവരായ ഉമറാക്കൾ, ഉസ്താദുമാർ, സാദാത്തുക്കൾ എല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മുടെ ശബ്ദം ശ്രവിക്കുന്ന പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, ഉസ്താദുമാരിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയവർ എല്ലാവരുടെയും ബർസഖിയ ലോകം അല്ലാഹു സലാമത്താക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവും നരകവും രണ്ടും സൃഷ്ടിച്ച് സംവിധാനിച്ചു കഴിഞ്ഞു. ഇനി പുതുതായി ഒന്നും സൃഷ്ടിക്കാനില്ല. സ്വർഗവും സൃഷ്ടിച്ചു, നരകവും സൃഷ്ടിച്ചു. ആ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഉള്ള ആളുകളെ അല്ലാഹു തആല നിശ്ചയിക്കുകയും ചെയ്തു. ഈ ഭൂമിയിലേക്ക് അല്ലാഹു നമ്മെ പടക്കുന്നതിന്റെ മുമ്പ് അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് ഇറക്കുന്നതിന്റെ മുമ്പ് സ്വർഗവും നരകവും സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുണ്ട്. നരകം അല്ലാഹുവിന് എതിര് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അതിലേറ്റവും കൂടുതൽ മുസ്ലിങ്ങളായ നമ്മൾ ആലോചിക്കേണ്ടത് നരകത്തിലേക്ക് പോകുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ പക്കലിൽ നിന്ന് ഉണ്ടാകാതെ ഈ ദുനിയാവിലെ കുറഞ്ഞ കാലത്തെ ജീവിതം സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യും. നരകവും സ്വർഗവും നമ്മോട് വളരെ അടുത്താണുള്ളത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു. നമ്മുടെ ചെരുപ്പിന്റെ വാറ് നമ്മോട് അടുത്ത് നിൽക്കും പോലെ രണ്ടും അടുത്താണുള്ളത്. നരകക്കാരാവുക വളരെ എളുപ്പമാണ്. സ്വർഗക്കാരാവുക വലിയ അധ്വാനമാണ്, പ്രയാസമാണ്. സ്വർഗം ആർക്കാണ്? ഉഇദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് അല്ലാഹു തആല സ്വർഗം തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് സ്വർഗത്തെ സംബന്ധിച്ച് ഖുർആനിൽ പറഞ്ഞെടുത്ത് മുഴുവനും മുത്തഖീങ്ങളുടെ സ്വർഗം, മുത്തഖീങ്ങൾക്കുള്ള സ്വർഗം. മുത്തഖി എന്നതിന്റെ പരിധിയിൽ ഉൾപ്പെട്ടുകൊണ്ട് മരിച്ചുപോയി. മുഅ്മിനായ ആൾക്കല്ലാതെ, മുത്തഖിയായ ആൾക്കല്ലാതെ സ്വർഗത്തിൽ പ്രവേശനം നൽകപ്പെടുകയില്ല. സ്വർഗത്തിലേക്കും നരകത്തിലേക്കും, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും വിശേഷണങ്ങൾ പറയുന്നതിന്റെ മുമ്പ് നമ്മളെ ഈ ചുരുങ്ങിയ സമയം കൊണ്ടൊന്നും എവിടെയും പറഞ്ഞെത്തൂല. എന്നാലൊന്ന് ബർക്കത്തിന് വേണ്ടി പറയാന്നുള്ള വിഷയം കൊടുത്തതുകൊണ്ട് സ്വർഗം തന്നെ പറഞ്ഞാനാകൂല, പിന്നല്ലേ നരകം. വിഷയം പറഞ്ഞത് കൊണ്ട് അല്പാൽപ്പം ഒന്ന് പറയാന്ന് മാത്രം. പക്ഷെ കാര്യമായി കാതലായി ചിന്തിക്കേണ്ട ഒരു വശം, സ്വർഗത്തിലേക്കുള്ള ആളുകളെ നരകത്തിലേക്കുള്ള ആളുകളെ രണ്ടും അല്ലാഹു തആല നിശ്ചയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് മുഴുവനും പേടിച്ച് വിറച്ച്, വലിയ ഈമാനുള്ളവരാണല്ലോ അവർ. രാത്രി മുഴുവനും ഉറക്കൊഴിച്ച് എന്ത് ചെയ്യണമെന്ന് നിശ്ചയമില്ലാതെ സുബഹി വരെ ചിന്തയിലാണ്ടുപോയ ഒരു സംഭവമാണ് സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള ആളുകളെ വേർതിരിക്കാൻ വേണ്ടി പറയുന്ന ഹദീസ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അന്ന് രാത്രി ഹദീസിൽ കാണാം, രാത്രി ഭക്ഷണം ഉണ്ടാക്കുന്നതിന് അടുപ്പിന്റെ മേലെ വെച്ച ചട്ടി, ആ ചട്ടിയിൽ വെള്ളം ഒഴിച്ച് പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ചിന്തിച്ചിരുന്നു പോയി പലരും. നേരം വെളുക്കും വരെ കരഞ്ഞ സ്വഹാബിമാരുണ്ട്.
ഒരു തുള്ളി ഭക്ഷണം പോലും കഴിക്കാതെ അന്നത്തെ രാത്രി കഴിച്ചു കൂട്ടിയവരുണ്ട്. എല്ലാവരും ഒരേ ചിന്തയിലാണ്. നാളെ മഹ്ശറിൽ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുന്ന സമയം മുത്തഖീങ്ങൾ മുഅ്മിനീങ്ങൾ അർശിന്റെ ചുവട്ടിൽ ഒരുമിച്ച് കൂടി നിൽക്കുന്ന സമയം അല്ലാഹു തൗഫീഖ് തരട്ടെ. അർശിന്റെ തണലിൽ കൊള്ളാനുള്ള ഭാഗ്യം തന്നെ സഹോദരങ്ങളെ എല്ലാവർക്കും ഇല്ലല്ലോ. നിശ്ചയിക്കപ്പെട്ട ചില വിഭാഗം ആളുകൾക്ക് മാത്രമല്ലേ തണലുള്ളൂ. 7 വിഭാഗമല്ല 70-ലധികം വിഭാഗമുണ്ടെന്ന് ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു. സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു 7ന്റെ ഹദീസ് ഉണ്ട്. അത് അതിലെ പ്രധാനപ്പെട്ട തലങ്ങളാണ്. വേറെയും ചില ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് 7 വിഭാഗം മാത്രമല്ല 70-ലധികമുണ്ട്. ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെട്ട് കിട്ടാനാവണം നമ്മുടെ ജീവിതത്തിലെ അശ്രാന്ത പരിശ്രമങ്ങൾ മുഴുവനും. ആ ഒരു ഘട്ടത്തിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല പ്രത്യേകം ക്ഷണിക്കുന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നു, നിങ്ങളുടെ മുതുകിൽ നിന്നാണല്ലോ ലോകത്ത് മനുഷ്യന്മാര് മുഴുവനും പറവികൊണ്ടത്. നിങ്ങളെ മുതുകിൽ നിന്ന് നരകത്തിലേക്കും സ്വർഗത്തിലേക്കുമുള്ള ആളുകളെ ഒന്ന് മാറ്റി തിരുത്തി വേർതിരിച്ചു വെക്കണം. നരകത്തിലേക്കുള്ള ആളുകളെയും സ്വർഗത്തിലേക്കുള്ള ആളുകളെയും വേർതിരിക്കണമെന്ന് പറയുമ്പോ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കും, അല്ലാ, എത്ര ആളുകളെയാണ് സ്വർഗത്തിലേക്ക് ഞാൻ കൊടുക്കേണ്ടത്? എത്ര ആളുകളെയാണ് നരകത്തിലേക്ക് അയക്കേണ്ടത്? റബ്ബ് സുബ്ഹാനഹു വ തആല പറയും എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മിൻ കുല്ലി അൽഫിൻ 99 വ 900 ഇലന്നാർ. ഓരോ 1000-ൽ നിന്നും 999 മെമ്പർമാർ നരകത്തിലേക്കുള്ളവരാണ്. 1000-ൽ നിന്ന് ഒരാള് മാത്രമേ സ്വർഗത്തിലേക്കുള്ളൂ. സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള അംഗങ്ങളെ വേർതിരിക്കുമ്പോ നരകത്തിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും ചെന്ന് വീഴുന്നത്. സ്വർഗത്തിലാണ് കുറഞ്ഞ ആളുകളുള്ളത്. നരകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും ചെന്ന് വീഴുന്നു. 1000 ആള് നരകത്തിലേക്ക് പോകുമ്പോ ഒരൊറ്റ മെമ്പർ മാത്രമേ സ്വർഗത്തിലേക്ക് വരുന്നുള്ളൂ. 10,000 ആളുകൾ നരകത്തിലേക്ക് വീഴ്ത്തപ്പെടുമ്പോ 10 ആളുകളെ സ്വർഗപ്രവേശനം നൽകപ്പെടുന്നുള്ളൂ. അതേ സഹോദരങ്ങളെ 1,00,000 ആളുകളെ നരകത്തിലേക്ക് വീഴ്ത്തപ്പെടുമ്പോ സ്വർഗത്തിലേക്കുള്ള മെമ്പർമാരുടെ എണ്ണം വളരെ ചുരുക്കമാണ്. 100 മെമ്പർമാര് മാത്രമേ ഉള്ളൂ. കോടിക്കണക്കിന് ആളുകൾ അപ്പുറത്ത് നരകത്തിൽ പോയി ആപതിക്കുമ്പോഴും നരകം അതിന്റെ ആക്രാന്തവും നരകം അതിന്റെ ആക്രോശവും അടങ്ങാതെ അല്ലാഹുവിനോട് ചോദിക്കും. എത്ര കൊടുത്താലും ചോദിക്കും, അല്ലാഹുവേ ഹൽ മിൻ മസീദ്, ഇനിയും തരാനുണ്ടോ? നരകത്തോട് നമ്മൾ ചോദിക്കുന്ന ദിനം, നരകമേ നിനക്ക് നിറഞ്ഞോ? നിന്റെ ഉൾഭാഗം നിറഞ്ഞ് കവിഞ്ഞോ എന്ന് ചോദിക്കുമ്പോ നരകം തിരിച്ചു ചോദിക്കുന്നത് ഹൽ മിൻ മസീദ്, ഇനിയും തരാനുണ്ടോ? ഇത്ര കോടിക്കണക്കിന് ആളുകളെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ആ നരകത്തിലേക്ക് കൊണ്ടുപോയി വീഴ്ത്തിയ ശേഷവും നരകം അല്ലാഹുവിനോട് ചോദിക്കുന്നത് ഇനിയും തരാനുണ്ടോ എന്നാണ്. ഈ ശതമാനം വെച്ച് വേണം മുഅ്മിനീങ്ങളെ നമ്മൾ അധ്വാനിക്കാൻ. അതാ തുടക്കത്തിൽ നരകത്തിലേക്ക് പോകുന്നത് എളുപ്പമാണ്, സ്വർഗത്തിലേക്ക് പോകുന്നത് വലിയ അധ്വാനമാണ്. വളരെ വലിയ അധ്വാനം സ്വർഗപ്രവേശനത്തിന്റെ പിന്നിലുണ്ട്. അല്ലാഹു ആ വലിയ വിശാലമായ റഹ്മത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ഇങ്ങനെ മാറ്റിത്തിരിക്കുന്ന ഹദീസ് പറഞ്ഞ് ഈ ഹദീസ് ഓതിക്കൊടുത്ത ശേഷം സ്വഹാബത്ത് അന്ന് രാത്രി ഭക്ഷണം കഴിച്ചില്ല. ഒരു യാത്ര കഴിഞ്ഞ് വരികയാണ്.
പലരും ഭക്ഷണം ഉണ്ടാക്കുന്നത് മറന്നുപോയി. നേരം വെളുക്കുമ്പോ അവർ ചോദിക്കുന്നത് അയ്യുനാ ദാലിക്കൽ വാഹിദു യാ റസൂലല്ലാഹ്. 1000-ൽ 1 മെമ്പർ എന്ന് പറഞ്ഞില്ലേ, ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരാള് ആരാണ്? 1000 ആള് സ്വർഗത്തിൽ നരകത്തിലേക്ക് പോകുമ്പോ ഒരാളല്ലേ സ്വർഗത്തിൽ പോകുന്നത്? ഞങ്ങളെ കൂട്ടത്തില്ല ഒരാള് ആരാണ്? എല്ലാവരും ചോദിക്കുന്ന ചോദ്യം അതാണ്. അയ്യുനാ ദാലിക്കൽ വാഹിദ്, അയ്യുനാ ദാലിക്കൽ വാഹിദ്, അയ്യുനാ ദാലിക്കൽ വാഹിദ്. ആ ഒരാള് ആരാണ്? ഒരാള് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ബേജാറാകണ്ട, നരകം നിറക്കാൻ അല്ലാഹു തആല ഇവിടെ വേറെയും സൃഷ്ടികളെ സംവിധാനിച്ചിട്ടുണ്ട്. മനുഷ്യരെ കൂട്ടത്തിൽപ്പെട്ട തന്നെ വിചിത്ര രൂപത്തിൽ അല്ലാഹു സൃഷ്ടിച്ചു വെച്ചൊരു സൃഷ്ടിയുണ്ട്. 2 വിഭാഗമായിട്ട് അറിയപ്പെടുന്ന യജൂജ് മഅജൂജ്, യാഗോഗ് മാഗോഗ് സമൂഹമുണ്ട്. നിങ്ങളെക്കാൾ എത്രയോ അവരധികമുണ്ട്. സ്വഹാബത്തിനെ ആശ്വസിപ്പിച്ചെങ്കിലും സ്വഹാബത്തിന്റെ മനസ്സിന് സമാധാനമായിട്ടില്ല. നരകത്തിലേക്കുള്ള ഒരു വിഷയം പറയുമ്പോ ഇത്ര പേടിച്ച് പൊട്ടിക്കരഞ്ഞ ഒരു വിഭാഗം മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ വേറെ കാണാൻ കഴിയില്ല. സ്വഹാബിമാരെ പോലെ സ്വർഗത്തെ പറ്റി പറയുമ്പോ ഇത്ര താല്പര്യപ്പെട്ട് സ്വർഗം വാങ്ങുന്ന ഒരു സ്വഹാബത്തിനെ പോലെ വേറെ കാണാൻ കഴിയില്ല. സ്വർഗത്തിന്റെ എന്തെങ്കിലും വിഷയം പറയുമ്പോഴേക്ക് ആ സ്വർഗം എനിക്ക് കിട്ടണം, ആ സ്വർഗത്തിൽ ഞാൻ മെമ്പറാകണം എന്ന് ഏറ്റവും ഉത്സാഹത്തോടെ അത്യുത്സാഹത്തോടെ ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തവരാണ് സ്വഹാബിമാരെല്ലാവരും. സ്വഹാബി വനിതകൾ മുഴുവനും അങ്ങനെ തന്നെയാണ്. സ്വർഗത്തിലേക്കുള്ള നല്ലൊരു വഴിയാണ് നേരത്തെ സ്വാഗത ഭാഷണത്തിൽ നിങ്ങൾ കേട്ടത്. അത് ചെറിയൊരു പോയിന്റ് അല്ല. ഒരു ദിവസം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് തങ്ങൾ അടുത്തിങ്ങനെ ഇരിക്കുമ്പോ പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, സിദ്ദീഖ് തങ്ങളെ 360 സ്വഭാവങ്ങളുണ്ട്. മക്കാരിമുൽ അഖ്ലാഖ്, സൽ സ്വഭാവങ്ങൾ 360 എണ്ണമുണ്ട്. ആ 360-ൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന സ്വഭാവം അഫ്ളലുഹാ അസ്സഖാ, ഏറ്റവും ഉന്നതമായ സ്വഭാവം ധർമ്മമാണ്. ധർമ്മം പല മേഖലകളിൽ നമ്മൾ പിശുക്കും. ആവശ്യമില്ലാത്ത മേഖലകളിൽ, കൊടുക്കേണ്ട മേഖലകളിൽ പിശുക്കും. നന്നായി കൊടുക്കണം എന്ന് ദീന് നമ്മളോട് പറഞ്ഞു. സ്വർഗം വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള സംഭാവനയാണ് സ്വന്തം കുടുംബക്കാർ കൊടുക്കുക എന്നുള്ളത്. ഏറ്റവും തോന്നെ പിശുക്ക് വരുന്നത് അവിടെ. അത് സഹായിച്ചവൻ എങ്ങനെങ്കിലൊക്കെ ആയിട്ട് അങ്ങോട്ട് റെഡി ആയിക്കോളൂ. സ്വന്തം രക്താണ് സഹോദരങ്ങൾ സഹോദരിമാർ. അവരെ കൊടുക്കുന്നിടത്ത് വരെ ആളുകളൊന്ന് ചിന്തിക്കും, ഇത്ര കൊടുക്കണോ? സ്വന്തം പെങ്ങളെ കുട്ടിന്റെ കല്യാണമാണ്, നമ്മൾ സഹായിക്കണ്ടേ? എത്ര വലിയ ബന്ധ നമുക്ക്. തൊട്ടാൽ ഒന്നും അറിയാത്ത രക്തബന്ധത്തിന് വലിയ മികച്ചൊരു ബന്ധം. കുടുംബം എന്ന അർത്ഥത്തിൽ പരിഗണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട തലമാണ് സഹോദരിയുടെ മകളൊക്കെ. അപ്പൊ സഹോദരിന്റെ മകളെ കല്യാണത്തിന് ഒരു 50,000 കൊടുക്കണം എന്ന് വിചാരിച്ച് ചെന്നതാ. 50,000 കയ്യിലുണ്ട്. അവിടെ എത്തുമ്പോ കുറെ ആളുകൾ ലെക്കോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തു. ഇഷ്ടം പോലെ ലെക്കോട്ടല്ലേ. ലെക്കോട്ടിൽ എന്താ ഉണ്ടാകുന്ന തുറന്നു നോക്കിയെങ്കിലല്ലേ അറിയുള്ളൂ. അതിൽ 200 ഉണ്ടാകാം, 100 ഉണ്ടാകാം, 50 ഉണ്ടാകാം. അതുകൊണ്ടല്ലേ കവറിൽ വെച്ചത്. ഓപ്പൺ ആണെങ്കിൽ പിന്നെ ചെറുതുണ്ടാകൂല, വലുതുണ്ടാവും. പക്ഷെ ലെക്കോട്ടിന്റെ കനം കണ്ടപ്പോ ഈ കൊടുക്കാൻ വേണ്ടി 50,000 ചെന്ന സ്വന്തം സഹോദരൻ, അയാൾ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അയാൾ ഒറ്റൊന്ന് ചിന്തിച്ചാ മതി, എന്റെ സ്വന്തം രക്താണ്, 1 ഇഞ്ച് കുറയാതെ ഏറെ ഞാൻ കൊടുക്കേണ്ടത്. ലെക്കോട്ടിന്റെ കണ്ണം കണ്ടപ്പോ അയാളെ മനസ്സിലേക്ക് പിശാച് മന്ത്രിച്ചു, എന്തിനത്ര കൊടുക്കുന്നത്? 10-20 കൊടുത്ത് ബാക്കി വേറെ എന്തെങ്കിലും ചിലവഴിച്ചു. ചുരുക്കി അവിടെ 50 കൊടുക്കേണ്ടത് ചുരുക്കി നമ്മള് അങ്ങനെ ഒന്ന് കൂട്ടി നോക്കൂ. വീട്, ഹോസ്പിറ്റലിലേക്ക് ചെന്നാ ബില്ല് ഞാൻ അടക്കണമെന്നൊക്കെ ചോദിച്ചു ചെന്നിട്ടുണ്ടാവും. ബില്ലിങ്ങനെ മാറി മറിഞ്ഞു വരും. ബില്ലിന്റെ കനം കണ്ട് ബില്ല് അടക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എത്ര ബില്ലിപ്പോ ഒറ്റടിക്ക് വന്ന ബില്ലാണത്. നാളെ വേറെ ബില്ല് വരാനുണ്ട്. ബില്ല് നോക്കട്ടെ, ഇത് രാവിലെ വന്നാണ്, അത് അടച്ചിട്ടില്ല. ആ ഈ ബില്ല് ഞാൻ അടക്കാം രാവിലത്തത്.
നോക്കുമ്പോ അതൊരു 5000 റുപ്യ ഉണ്ട്. ഉച്ചക്കത്തെ ബില്ല് വേറെ വന്ന് നിൽക്കുന്നുണ്ട്, അത് 15000 ഉണ്ട്. അത് അടച്ചില്ല. കുറച്ചെങ്കിലും നടക്കണ്ടേ, ഒരു 5 അടച്ചു. ഇത് മൊത്തം അടക്കാൻ കഴിവുള്ള ആളാണ്. അല്ലെങ്കിൽ ഇയാള് ചോദിക്കും, ഈ ഹോസ്പിറ്റലിൽ കടന്ന ആള് വല്ല കാശും കയ്യിൽ തന്നിട്ടുണ്ടോ? തൽക്കാലം ഇപ്പൊ അത് എടുത്തോളൂ, തീരുമ്പോ എന്നെ വിളിച്ചാൽ മതി. തീരാൻ നേരത്തെ പിന്നെ ആ വഴിക്ക് കാണൂല. കൊടുക്കുന്നിടത്ത് എത്ര കുറവാ. കുടുംബക്കാർക്ക് കൊടുക്കുന്നിടത്ത് മനസ്സറിഞ്ഞു കൊടുക്കാൻ കഴിയോ? സ്വന്തം സഹോദരൻ വീടുണ്ടാക്കാൻ, നമുക്കൊരു വീടായില്ലേ, സ്വന്തം സഹോദരൻ വീടുണ്ടാക്കാൻ എത്ര കൊടുക്കും നമ്മള്? പലരും പറയും പണി കഴിയട്ടെ എന്തെങ്കിലുമൊക്കെ ഒരു കട്ടില് കൊടുക്കാം. പണി കഴിഞ്ഞിട്ടല്ല കട്ടില് കൊടുക്കേണ്ടത്, പണി നടക്കുമ്പോ കൊടുക്കണം കാശ്. അപ്പോഴാണല്ലോ കൂടുതൽ ആവശ്യം വരുന്നത്. അല്ലാഹുത്തആല തന്ന കണക്കനുസരിച്ച് നമ്മൾ എത്ര കൊടുത്താലും എത്രയും വർധനവ് അല്ലാഹുത്തആല തരുന്നു പറഞ്ഞാൽ നമുക്ക് എത്ര വിശ്വാസമുണ്ട്? 360 സ്വഭാവങ്ങളുണ്ട്. ആ 360 സ്വഭാവങ്ങളും സ്വർഗത്തിൽ പോകുന്ന ആൾക്കാരെ സ്വഭാവമെന്ന് പറഞ്ഞപ്പോ ആ സ്വഭാവങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഏറെ ആഗ്രഹിച്ചുകൊണ്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, അല്ലാഹുവിന്റെ റസൂലേ, ആ 360 സ്വഭാവങ്ങളും ആരിലാ ഉള്ളത്? 360 സ്വഭാവം ആരിലാ ഉള്ളത്? അതിൽ ഏറ്റവും വലിയ സ്വഭാവം എന്താ പറഞ്ഞത്? അസ്സഖാഉ, ധർമ്മം, ഉദാരത. ഒരു പാവപ്പെട്ട ആളെ കാണുമ്പോ ചോദിക്കാറൊന്നുമില്ല, കൊടുക്കന്നെ. ബഹുമാനിക്കേണ്ട തലത്തിൽപ്പെട്ട ആളാണ്, ചോദിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷെ എല്ലാ അങ്ങനത്തെ ആൾക്കല്ലേ കണ്ടറിഞ്ഞു കൊടുക്കണ്ടേ അല്ലേ? ഡ്രസ്സോ കണ്ടാ വിചാരിക്കും അത്യാവശ്യം ഉണ്ട് കേട്ടോ ആൾക്ക്, ഓ ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല ജീവിതം. പക്ഷെ ഉള്ള അന്വേഷിച്ച് നോക്കുമ്പോ കട്ട പുകയാണ്, പാവാണ്, ഒന്നുമില്ല, ഉള്ള മാനം മറിച്ചങ്ങനെ നടക്കാണ്. കണ്ടറിഞ്ഞു കൊടുക്കണം നമ്മള്, വീക്ഷണം കണ്ടറിഞ്ഞ്. സ്വർഗത്തിലേക്കാണ് ഇതൊക്കെ കൊടുക്കണം. ഉദാരത അവിടെയാണ്. ചിലപ്പോ സ്വന്തം അയൽക്കാരനാകും, പക്ഷെ ഒന്നും മിണ്ടുന്നുണ്ടാകൂല, നീറുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും. അറിഞ്ഞോ? വേറെ ആരെയും അറിയിക്കാതെ ഏറ്റെടുക്കാൻ കഴിയോ? സ്വർഗം തരും പടച്ചോൻ. 360 സ്വഭാവങ്ങളും കുല്ലുഹാ ഫീക യാ അബൂബക്കർ, 360 നിങ്ങളിലുണ്ട് അബൂബക്കറേ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 360 നിങ്ങളിലുണ്ട്. ഏറ്റവും വലുതായി പറഞ്ഞത് ധർമ്മമല്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന ധർമ്മത്തിന് വല്ല കണക്കുമുണ്ടോ സഹോദരങ്ങളെ? ഖുർആൻ തന്നെ സിദ്ദീഖ് തങ്ങളെ പറ്റി പറഞ്ഞപ്പോ അങ്ങനെയല്ലേ പറഞ്ഞത്? വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുതി മാലഹു യതസക്കാ. ആകെയുള്ള സമ്പത്തിന്റെ 3/4 ഭാഗവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 40,000 ദിർഹമാണ് ആകെയുണ്ടായിരുന്നത്. 40,000 ദിർഹമിൽ 35,000 ദിർഹമും കൊടുത്തത് അല്ലാഹുവിന്റെ ഹബീബിനാണ്. 5,000 ദിർഹം കൊണ്ടാണ് ഉപജീവന മാർഗം നടത്തിയത്. ഒരു കച്ചവടം നടത്തിയിട്ട് കുടുംബത്തിന്റെ വരവ് ചെലവുകൾ ആ 5,000 കൊണ്ട് മുന്നോട്ട് നീക്കി. 35,000 ദിർഹം മൊത്തം കൊടുത്തത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ്. എന്നിട്ടും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്നത് നിർത്തിയിട്ടുണ്ടോ? ഇല്ല. പാവപ്പെട്ട ഒരു അൻസാരിയായ സഹാബി, അൻസാറുകൾപ്പെട്ട ആളാണെങ്കിലും പാവമാണ്. നേരം വെളുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ തന്റെ മകൻ, മുട്ടുകുത്തി നടക്കുന്ന മകൻ, വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വന്ന് അയൽവക്കക്കാരന്റെ വീട്ടുമുറ്റത്തുള്ള ഈത്തപ്പന മരത്തിൽ നിന്ന് കൊഴിഞ്ഞു ചാടിയ ഈത്തപ്പഴ മരങ്ങൾ, ഈത്തപ്പഴ കഷ്ണങ്ങൾ എടുത്ത് വാവിലിട്ട് ഇങ്ങനെ കുറിച്ച് തിന്നുന്നത് കണ്ടിട്ട് വായിലേക്ക് കൈയിട്ടിട്ട് അൻസാരിയായ സഹാബി പുറത്തേക്ക് തോണ്ടിക്കളഞ്ഞു. ചെറിയ കുട്ടി വിശപ്പ് കൊണ്ട് കരഞ്ഞുപോയി. ആ കുട്ടിയെ നെഞ്ചോട് ചേർത്തിട്ട് അൻസാരിയായ സഹാബി പറഞ്ഞു, മോനെ, പട്ടിണി മൂലം നീ മരിച്ചാലും ഹറാമു ഭക്ഷിച്ച് വളരല്ല, അതെനിക്ക് സഹിക്കില്ല. ഒന്നും എനിക്ക് തരാൻ കഴിയാത്തത് കൊണ്ട് നീ അങ്ങ് മരിച്ചു എന്ന് കരുതിക്കോളും, ഞാനത് സഹിച്ചോളും, ക്ഷമിച്ചോളും അല്ലാഹുവിന് വേണ്ടി. അതേ സമയത്ത് ആരാന്റെ മുതലിൽ നിന്നൊരു ചുളക്കാരക്ക പോലും നിന്റെ ഉള്ളിൽ ദഹിക്കുന്നത്, രക്തത്തോട് കലരുന്നത് ബാപ്പക്ക് സഹിക്കൂല.
സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്റിന് നിൽക്കാതെ പോകുന്ന സ്വഹാബിയുടെ പ്രശ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിച്ചപ്പോ ഒരൊറ്റ മരത്തിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോ ആ മരത്തിന്റെ ഉടമയെ അയൽവാസിയെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങളെ വീട്ടുമുറ്റത്ത് നിന്ന് ഈ കാണുന്ന സ്വഹാബിയുടെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു വൃക്ഷമില്ലയോ, ഈത്തപ്പഴ മരം, അത് ഇദ്ദേഹത്തിന് നിങ്ങൾ കൊടുക്കണം, പകരം സ്വർഗത്തിൽ 10 എണ്ണം തരാം. അൻസാരിയായ സഹാബിയുടെ ഒരു മരങ്ങൾ കൊടുത്താൽ, ഈ അൻസാരിയായ സഹാബിക്ക് കൊടുത്താൽ അയൽവാസിയോട് പറയാൻ സ്വർഗത്തിൽ 10 എണ്ണം തരാം. എന്താ ഓഫർ? സ്വർഗത്തിൽ 10 എണ്ണം തരാൻ പറഞ്ഞാൽ 2 കൈയും നീട്ടി സ്വീകരിക്കണ്ടേ? സ്വർഗത്തിൽ 10 എണ്ണം തരുമെന്ന് പറഞ്ഞ വാക്കിന് മാറ്റല്ല. ആരാണത് പറഞ്ഞത്? സയ്യിദുൽ വജൂദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഇതിന് മാറ്റല്ല. അത് കിട്ടും. ആ സ്വർഗത്തിൽ 10 എണ്ണം തരുമെന്നതിന്റെ പിന്നിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈമാനോടെ മരണം മരിക്കാൻ കഴിയും. അല്ലാതെ എങ്ങനെ സ്വർഗത്തിലെത്തുന്നത്? ഈമാനോടെ മരണം കിട്ടും, സ്വർഗത്തിലെത്തും, സന്തോഷത്തോടെ കഴിയാൻ പറ്റും. പക്ഷേ ഈമാന് വേണ്ട സഹോദരങ്ങളെ അത് സ്വീകരിക്കണമെങ്കിൽ ആ മനുഷ്യന്റെ ഉള്ളിലുള്ള നിഫാഖിന്റെ ഖറ അപ്പോഴാണ് സ്വഹാബത്തിന് പുറത്തേക്ക് വാസനിച്ചത്. അയാൾ പറഞ്ഞു, ഞാൻ അവധിക്കച്ചവടം ചെയ്യുന്ന ആളല്ല. തലയിൽ കൈവച്ചു പോയി സ്വഹാബത്ത്. ഒരു ചാൻസ് വന്ന് വീണിട്ട് ഇത്ര പെട്ടെന്ന് നഷ്ടപ്പെടുത്തിയല്ലോ മനുഷ്യൻ. അവധിക്ക് ഞാൻ വിൽപ്പന നടത്താറില്ല, എനിക്ക് ഇപ്പൊ കിട്ടണം 10 എണ്ണം, ഞാൻ ഒന്ന് തരാന്ന് പറഞ്ഞു. സ്വർഗത്തിൽ ആ 10 എണ്ണം പറഞ്ഞത് ഒരിക്കലും തീരാത്ത കായ്കനികൾ, നഷ്ടം വരാത്ത ഉദ്യാനങ്ങൾ, വകഭേദമില്ലാത്ത സുഖങ്ങൾ, എപ്പോഴും സുഗന്ധമൂറുന്ന മന്ദമാരുതൻ, കാറ്റടിച്ച് വീശുന്ന സ്വർഗം, ഒരു ക്ഷീണവുമില്ലാത്ത സ്വർഗലോകം. അവിടല്ലേ 10 എണ്ണം തരാന്ന് പറഞ്ഞത്. ദുന്യാവത്തെ 10 എണ്ണം കുറച്ച് ഞാൻ മുറിച്ചു മാറ്റപ്പെടൂലേ, കായ്ക്കനികൾ ഇല്ലാതെയായി പോകൂലേ? പക്ഷേ സ്വീകരിച്ചില്ല. ലാഭം. ആ മനുഷ്യൻ ഞാൻ അവധിക്ക് കൊടുക്കൂലെന്ന് പറഞ്ഞ ഉടനെ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലേ, ഈ മനുഷ്യന് 10 മരങ്ങൾ എന്റെ തോട്ടത്തിൽ നിന്ന് ഞാൻ എണ്ണിക്കൊടുക്കാം, സ്വർഗത്തിലെ 10 എണ്ണം എനിക്ക് തരുമോ? എത്ര പെട്ടെന്നാണെന്നറിയോ? വേറെ ആരെങ്കിലും മുന്നോട്ട് വരുന്നതിന് മുമ്പ് വേഗം വന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ നോക്ക്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗം വാങ്ങാൻ പോയി 10 എണ്ണമൊന്നും വേണ്ട, നേരത്തെ തന്നെ ചെലവഴിച്ചത് എത്രയുണ്ട്. പക്ഷേ സ്വർഗത്തിന് വേണ്ടിയുള്ള കഠിനാധ്വാനമാണത്. നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഒരു ചാൻസ് മുടക്കരുത്. എത്ര നിങ്ങൾ സ്വർഗത്തിന്റെ അമല് ചെയ്തിട്ടുണ്ടോ മദീന് തോന്നരുത് മുഅ്മിനീങ്ങളെ. അങ്ങനെ തോന്നുകയാണെങ്കിൽ ആദ്യം തോന്നേണ്ട ആളാരാന്നറിയോ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്ത് ചെയ്താലും സ്വർഗം വാസനിക്കുന്ന അമലാണ് എപ്പോഴും. അമലുകൾ ഇങ്ങനെ കേട്ടാല് ബാക്കിയുള്ള സ്വഹാബത്ത് പറയില്ലേ, സ്വർഗം വാസനിക്കുന്നുണ്ട് അമല് കേട്ടിട്ട്. ആ 10 എണ്ണം സ്വർഗത്തിലേത് എനിക്ക് തരുമോ? ഈ മനുഷ്യൻ എന്റെ തോട്ടത്തിൽ നിന്ന് 10 എണ്ണം എണ്ണിക്കൊടുക്കാം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, 10 എണ്ണം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു സിദ്ദീഖ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ 10 എണ്ണം വാങ്ങുമ്പോ സ്വഹാബത്ത് പറയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ആവേശം. സ്വർഗത്തിലെ ഒരു 10 മരം എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഓഫർ സ്വീകരിക്കാതെ ഹതഭാഗ്യനായ മനുഷ്യനെ വിളിച്ചു കൊണ്ടുപോയിട്ട് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, എന്റെ തോട്ടം നോക്കിക്കോ, നിനക്ക് തൃപ്തിയാകുന്ന 10 മരങ്ങൾക്ക് നമ്പർ ഇട്ട് മാർക്കിട്ടോ, 10 എണ്ണം നീ എടുത്തോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തോഷത്തിലാണ്. 10 എണ്ണം സ്വർഗത്തിലേത് കിട്ടിയ സന്തോഷത്തിൽ. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 10 മരങ്ങൾ വേണോ? അല്ലാതെ തന്നെ സ്വർഗത്തിന്റെ ഓഫർ എത്ര കിട്ടിയിട്ടുണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് മദീന പള്ളിയിൽ വെച്ച് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തൊക്കെ ഉള്ള സദസ്സിൽ വെച്ച് ചോദിച്ചില്ലേ, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമാ, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാ നോമ്പ് നോറ്റിരിക്കുന്നത്? എല്ലാവരും നോക്കാണ് പല ഭാഗത്തേക്കും, ആരാ എഴുന്നേൽക്കുന്നത്? ആരും എഴുന്നേറ്റില്ല. എഴുന്നേറ്റത് ഒരാൾ മാത്രം, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പുറത്തിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ചോദ്യം ഇന്നലെയാണെങ്കിൽ എനിക്കും എഴുന്നേൽക്കായിരുന്നു, ഇന്നെനിക്ക് നോമ്പില്ല. ഇന്നലെയാണെങ്കിൽ സുന്നത്ത് നോമ്പാണ് ചോദിക്കുന്നത്, നിർബന്ധമല്ല. നിർബന്ധമാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് എഴുന്നേൽക്കൂലേ? ഒരു മുഅക്കദായ സുന്നത്ത് നോമ്പാണെങ്കിൽ ആരെങ്കിലും ഒഴിവാക്കോ?
ആർക്കും നോമ്പില്ലാത്തൊരു ദിവസവും സിദ്ദീഖ് റളിയല്ലാഹുവിന് നോമ്പുണ്ട്. അപ്പുറത്തും ഉമർ റളിയല്ലാഹുവിന് പതുക്കെ പറഞ്ഞു, ഈ ചോദ്യം ഇന്നലെ ആയില്ലല്ലോ, ഇന്നലെയാണെങ്കിൽ ഞാനും എഴുന്നേൽക്കുമായിരുന്നു. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചപ്പോ ഒന്നുകൂടി രസാവഹമായ ചോദ്യമാണ്. മൻ ആദ മിൻകുമുൽ യൗമ മരീളാ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് പള്ളി വിട്ട് ഇറങ്ങിയിട്ടില്ല, ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ ഒരു രോഗിയെ സന്ദർശിച്ചതാരുണ്ട്? ചില സ്വഹാബിമാരൊക്കെ പരസ്പരം പറഞ്ഞു, സാധാരണ നമ്മൾ പള്ളി വിട്ടിറങ്ങുമ്പോഴല്ലേ ഇന്നാള് രോഗിയാണ്, നമ്മളൊന്ന് പോയി കാണാന്നുള്ള ചർച്ച ഒക്കെ ഉണ്ടാകല്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഇവിടെ തന്നെയാണല്ലേ ചോദ്യം. എഴുന്നേറ്റ് നിന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇന്ന് ഞാൻ രോഗിയെ സന്ദർശിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നിങ്ങൾ ആരെ സന്ദർശിച്ചത്? സുബഹി നിസ്കാരത്തിന് ഞാൻ വീട് വിട്ടിറങ്ങുമ്പോ വാതിലിനോട് ഓരം ചേർന്ന് നിന്നിട്ട് എന്റെ ഭാര്യ പറഞ്ഞു, ഉമ്മു റൂമാൻ ബീവി എന്നോട് പറഞ്ഞു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു സുഖമില്ലെന്ന വിവരം ഇന്നലെ രാത്രി എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പെണ്ണ് പറഞ്ഞിട്ടുണ്ട്. പള്ളിയിലേക്ക് വരുന്ന വഴിയില് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വീട്ടിൽ ഞാനൊന്ന് കേറി, സുഖവിവരങ്ങൾ അന്ന് അന്വേഷിച്ചു രോഗിയെ സന്ദർശിച്ചിട്ടാണ് സുബഹിന്റെ ജമാഅത്തിന് വന്നത്. സുബ്ഹാനല്ലാഹ്, എന്തൊരു ചോദ്യമാണ് സഹോദരങ്ങളെ, ചോദ്യത്തിന് എന്തൊരു ഉത്തരമാണ്. ആരും രോഗിയെ സന്ദർശിക്കാത്ത സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗിയെ സന്ദർശിച്ചത് എന്തൊരു സന്തോഷമാണ്. രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞു. മൂന്നാമത്തെ ചോദ്യം കേൾക്കുമ്പോ ഒന്നുകൂടി സഹാബത്ത് ചിന്തിച്ചു പോയി. മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീനാ. ഇന്നൊരു മിസ്കീന് ഭക്ഷണം കൊടുത്തതാരുണ്ട്? സ്വഹാബത്ത് ചോദിച്ചു, നബിയെ പള്ളിയിൽ നിന്ന് ഇറങ്ങണ്ടേ, ഏതെങ്കിലും ഒരു മിസ്കീനെ കാണുമ്പോ ഭക്ഷണം കൊടുക്കാൻ. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു, ചോദിച്ചു, നിങ്ങൾ ആർക്കാ ഭക്ഷണം കൊടുത്തത്? ഞാനും എന്റെ മകനും വീട്ടിൽ നിന്ന് വരുന്നത് ഒരുമിച്ചാണ്. എന്റെ മകൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണം ഉണ്ടായിരുന്നു. മദീന പള്ളിയോട് ചേർന്ന് എത്തിയപ്പോ ഒരു പരിചയമില്ലാത്തൊരു മിസ്കീനെ കണ്ടപ്പോ ആ റൊട്ടി കഷ്ണം വാങ്ങിയിട്ട് ഞാൻ ആ മിസ്കീൻ അങ്ങ് കൊടുത്തുപോയി. ഇന്നത്തെ ദിവസത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ സ്വതക്കയാണ്. ഈ അമലുകളൊക്കെ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, വാഹൻ വഹാ ലിരിഹിൽ ജന്ന. സ്വർഗത്തിന്റെ മന്ദമാരുതൻ അടിച്ചു വീശുന്നു, സ്വർഗത്തിന്റെ വാസന ഞാൻ ആസ്വദിക്കുന്നു. എന്തായി കേൾക്കുന്നത്? നേരം വെളുക്കുന്നതിന്റെ മുമ്പ് തന്നെ സ്വർഗീയമായ അമലുകൾ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമൽ നോക്ക് നിങ്ങൾ. എല്ലാ അമലും സ്വർഗത്തിന്റെ മേൽവിലാസല്ലാതെ അപ്പുറം എന്ത് പറയാണ്ട്. ഇതൊക്കെ ചെയ്യുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇത്രത്തോളം ദാനം ചെയ്യുന്ന ധർമ്മം ചെയ്യുന്നത്. ദാനവും ധർമ്മവും ഒന്നും മുടക്കണ്ട, നല്ല രീതിയിൽ അത് ചെയ്യണം. സ്വർഗത്തിലേക്ക് എത്തുന്നത് വരെ അല്ലാഹു തആല വികസിപ്പിക്കുന്ന വളർത്തുന്ന ഒന്നാണ് അന്നഫഖതു ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ചെലവ് അത് അനുദിനങ്ങനെ വളരും. ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരങ്ങളെ, ദാനവും ധർമ്മവും ചുരുക്കരുത്. പരമാവധി അള്ളാഹു തരുന്ന പുരോഗതിക്കനുസരിച്ച് കൂട്ടണം. അള്ളാഹു തആല അതിങ്ങനെ വികസിപ്പിക്കും. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുല മിഅതു ഹബ്ബ അല്ലാഹു യുളായിഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെലവഴിക്കുന്നവരുടെ ഉപമ, അവർ ഒരു വിത്ത്, ഒരൊറ്റ വിത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതുപോലെയാണ്. ആ വിത്തിൽ നിന്ന് 7 കതിരുകൾ ഉണ്ടായി. 7 കതിരിലും 7 കോമ്പലകളിലും അള്ളാഹു തആല 100 ധാന്യങ്ങളെ നൽകി എന്ന് പറഞ്ഞാൽ ഒന്നിനെ വികസിപ്പിച്ചുകൊണ്ട് ഒന്നിൽ നിന്ന് 7 എണ്ണം ഉണ്ടായി. 7 എണ്ണത്തിൽ നിന്ന് 700 വികസിപ്പിച്ചു. പിന്നെയും 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 അതിങ്ങനെ പർവ്വതീകരിപ്പിക്കുകയാണ്. വല്ലാഹു യുളായിഫു ലിമൻ യശാ. ഇഖ്ലാസിലും അമലിലും അധ്വാനത്തിലും കുറച്ചുകൂടി കട്ടിയും കനവും
ഗർവമുള്ള ആളുകൾക്ക് ഇത്രയൊന്നുമല്ല അള്ളാഹു കൊടുക്കുന്നത്. ഒന്നിനെ 700 ആക്കിയിട്ടല്ല, അത് എത്രയെന്ന് കറക്റ്റ് ആക്കാൻ നമുക്ക് കഴിയില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു തആല കൊടുക്കുന്ന വർധനവ്, അള്ളാഹു തആല കൊടുക്കുന്ന ഇരട്ടി, അത് അള്ളാഹു തആലക്ക് മാത്രമേ അറിയുള്ളൂ. നമുക്കറിയില്ല എത്രയാണ് അള്ളാഹു കൊടുക്കുന്നത്. ഒരു സാധാ ലെവൽ പറഞ്ഞതാണ്. ഒരു സാധാ ലെവലിലുള്ള അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു ധാന്യം, ഒരു ദിർഹം, ഒരു രൂപ, ഒരു പൈസ, അത് ഒന്ന് വികസിപ്പിച്ച് 700 വരെ അള്ളാഹു തആല വികസിപ്പിക്കും. പിന്നെ അങ്ങോട്ട് വീണ്ടും ഉണ്ട്, ചുരുക്കിയിട്ടില്ല. അതുകൊണ്ട് അന്നഫഖത്തു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ചെലവ് അത് മുടക്കരുത്. അത് കൃത്യമായി നിർവഹിച്ചു കൊണ്ടിരിക്കണം. ഉമ്മമാരെ, ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, മുഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് എല്ലാം അന്നഫഖത്തു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ദാനമാണ്, ചെലവാണ്. നിർത്തേണ്ടതില്ല, മുടക്കേണ്ടതില്ല, കുറയ്ക്കേണ്ടതില്ല. കഴിവിന്റെ പരമാവധി വികസിപ്പിക്കണം, വർദ്ധിപ്പിക്കണം. ആസ്വദിക്കാൻ പറ്റുന്നൊരു ലോകം പിറകിൽ വരാനുണ്ട്. സ്വർഗലോകത്തേക്കുള്ള അമലുകൾ ധാരാളമുണ്ട്. പക്ഷേ നമ്മൾ മടിമാറ്റിയിട്ട് സജീവമാകണം. വർഷങ്ങളോളം കൊണ്ട് നടക്കേണ്ട സ്വർഗത്തിൽ കടന്നിട്ടേ നഷ്ടപ്പെടുകയുള്ളൂ, അല്ലാതെ ഒരിക്കലും അമല് ബാത്തിലാകൂല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അമലാണ്. വളരെ ചെറിയ അമലാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. മനസ്സൊന്ന് അങ്ങോട്ട് തുനിയണമെന്ന് മാത്രം. വുളു എടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പ്രാർത്ഥന, ഖിബിലയിലേക്കൊന്ന് കണ്ണും കൈയും മേൽപോട്ട് ഉയർത്തിയിട്ട് ഒരു 3 നേരമുള്ള 3 വട്ടമുള്ള പ്രാർത്ഥന. എന്താണ് അതിന്റെ ഭംഗി? ആ പ്രാർത്ഥന ചൊല്ലുന്ന ആളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്താ പറഞ്ഞത്? ആ പ്രാർത്ഥന ചൊല്ലുന്ന ഒരു മനുഷ്യന്റെ ഈ പ്രാർത്ഥന ഒരിക്കലും നഷ്ടമാകൂല. ഹത്താ യദ്ഖുലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ അതിന്റെ സവാബ് പൊളിഞ്ഞു പോകൂല. സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ള, അതിന് കാരണമാകുന്ന ഒരു അമലാണ് വുളൂഇന്റെ ശേഷം, കുളിക്ക് ശേഷമൊക്കെ സുന്നത്തുള്ള ദുആ. എല്ലാവർക്കും അത് ദുആർക്കാൻ വേണ്ടിയല്ലേ നമ്മുടെ കമ്മിറ്റിക്കാര് ഹൗലുങ്കരയിൽ ഇങ്ങനെ ബോർഡാക്കി തൂക്കിയിരിക്കുന്നത്. 1 മണിക്കൂർ നേരം ഒന്ന് നിന്ന് നോക്കൂ, സ്വർഗം വേണ്ടത് ആർക്കാണ് എന്നറിയും. 100 ആളൊന്നുണ്ടാക്കിയാൽ എത്ര ആൾ ചൊല്ലും? പറഞ്ഞാട്ടെ, സ്വർഗം നരകമൊക്കെ കേൾക്കാൻ എളുപ്പമല്ലേ? എത്ര ആൾ അധ്വാനിക്കും? ചെറിയൊരു അധ്വാനം 100 ആൾ ഉണ്ടാക്കിയാൽ എത്ര എണ്ണം ചൊല്ലുന്നത്? ഒന്ന് പറയാൻ പറ്റുമോ? പഴയ കാലത്തെ ആൾക്കാരെപ്പോലെ 25 കൊല്ലമായി ഒന്നും മുറിയാതെ ഞാൻ ചൊല്ലുന്നു. പഴയ കാലത്തെ വല്യപ്പമാര് പറഞ്ഞിരുന്നു. പേരൊന്നും ശരിക്കും എഴുതാൻ അറിയാത്ത ആൾക്കാര് വല്യമ്മമാര് പറഞ്ഞിരുന്നു, 20 കൊല്ലമായി ഞാൻ തുടർച്ച ചൊല്ലുന്നു, 25 കൊല്ലമായി തുടരെയായി ഞാൻ ചൊല്ലുന്നു. അങ്ങനെ പറയാൻ കഴിയുന്ന ആൾക്കാർ ആരുണ്ട്? ഒരു 5 വക്ത് മുറിയാതെ പറയാൻ കഴിയുന്ന ആൾക്കാരെങ്കിലും വേണ്ടേ? ആർക്കും അറിയാഞ്ഞിട്ടാ സ്വർഗത്തിന്റെ അമല്. ഒന്ന് പരിശ്രമിക്കണം, ഒന്ന് അധ്വാനം വേണം, കുറച്ചെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന്. എത്ര എളുപ്പമുള്ള അമലാണ് ആ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുള്ള ഒരു ദുആ, ഖാലിസായ ദുആ, ഉത്തരം കിട്ടുന്ന ദുആ. തൗഹീദ് പ്രഖ്യാപിച്ചിട്ടില്ലേ സഹോദരങ്ങളെ ദ്വാർക്കുന്നത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അത് പ്രഖ്യാപിച്ചിട്ടല്ലേ ദ്വാർക്കുന്നത്? അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുത്തത്വഹിരീന വജഅൽനി മിൻ ഇബാദിക്കസ് സ്വാലിഹീൻ. സ്വർഗത്തിലെത്തുന്നത് വരെ ആ ചെയ്ത അമല് പൊളിയൂല എന്ന് പറഞ്ഞാൽ മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് വിശദീകരിച്ചു. ലം യസുൽ ഇലൈഹി ഇബ്താലുൻ, ബാത്തിലാക്കുന്ന ഒന്നും ആ അമലിന്റെ നേർക്ക് ചേരൂല. അത്രയും ഫലപ്രാപ്തിയുള്ള ഒരു അമലാണ് വുളൂഇന്റെ ശേഷമുള്ള മഹത്തായ ദുആ. ആ ദുആഇന് വലിയ സ്ഥാനമുണ്ട്. സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന സന്തോഷ വാർത്ത അതിലുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വർഗത്തിലെത്തുന്നത് വരെ അതിന്റെ തവാബ് പൊളിയൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുഅ്മിനായി മരിക്കാനുള്ള ഭാഗ്യമുണ്ട്.
അപ്പോഴല്ലേ സ്വർഗത്തിലെത്തല്. മുഅ്മിനീങ്ങൾക്കല്ലാതെ സ്വർഗത്തിലെത്താൻ കഴിയോ? ഇല്ലല്ലോ. നരകത്തിലെത്തുന്ന പ്രവർത്തനം വളരെ എളുപ്പമാണ്. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തിന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞില്ലേ, നിസ്കാരവും നോമ്പും സ്വതക്കയും ധാരാളവും ചെയ്ത ഒരു പെണ്ണ്, ആ പെണ്ണ് നരകത്തിൽ പോയത് ഒരൊറ്റ പൂച്ചയുടെ വിഷയത്തിലാണ്. ദഖലത് ഇംറാത്തുൻ അന്നാറ ഫീ ഹിറാ. ഒരൊറ്റ പൂച്ചന്റെ കാര്യം, വേറെ ഒന്നും ആ പെണ്ണ് ചെയ്തിട്ടില്ല. ഒരൊറ്റ പൂച്ചയുടെ കാര്യത്തിലാണ് ഒരു പെണ്ണ് നരകത്തിൽ പോയത്. ആ പെണ്ണ് പൂച്ചയെ കെട്ടിവിട്ടു. ആ പൂച്ചക്ക് ഭക്ഷണം കൊടുത്തില്ല, കെട്ടയിച്ച് വിട്ടില്ല. കെട്ടയിച്ച് വിട്ടിരുന്നെങ്കിൽ ഏതെങ്കിലും പ്രാണികളെയോ ജന്തുക്കളെയോ ഭക്ഷിച്ചതിന്റെ വിശപ്പടക്കുമായിരുന്നു. വിശപ്പും ദാഹവും സഹിക്കാൻ കഴിയാതെ കെട്ടിക്കുടുങ്ങിയ പൂച്ചയങ്ങ് മരിച്ചുപോയി. ആ ഒരൊറ്റ പൂച്ചയുടെ വിഷയത്തില് ആ പെണ്ണ് നരകത്തിൽ പ്രവേശിച്ചു. സുബ്ഹാനല്ലാഹ്. വേറെ ഒരു വിഷയവുമില്ലേ, വേറൊരു വിഷയം ഉണ്ടായിട്ടില്ല. എത്ര പെട്ടെന്നാണ് നരകത്തിലേക്ക് പോയത്. ആ പെണ്ണിന്റെ ബാക്കിയുള്ള അമലുകളൊക്കെ നിഷ്ഫലമായി പോയത് എത്ര എളുപ്പമാണ്. നരകത്തിലേക്ക് പോകുന്ന കാര്യം അത് വല്ലാതെ സൂക്ഷിക്കേണ്ടതാണ്, വല്ലാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് നരകത്തിന്റെ വിഷയം പറയുമ്പോ നമ്മളിൽ നിന്ന് അത് ഉണ്ടാകാത്ത വിധത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം സൂക്ഷിക്കണേ. സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്ന സ്വഭാവങ്ങൾ മുത്തഖീങ്ങളായി മാറിയിട്ട്, നല്ല സൽസ്വഭാവികളായി മാറിയിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്ന സ്വഭാവങ്ങളൊക്കെ സ്വീകരിക്കണം. മുത്തഖീങ്ങൾക്ക് അല്ലാഹു തആല സംവിധാനിച്ച സ്വർഗം, അതേ ആ സ്വർഗം വിവിധ രൂപത്തിലല്ലേ, വിവിധ ഗ്രേഡിലല്ലേ അല്ലാഹു തആല സംവിധാനിച്ചത്. സ്വർഗത്തിൽ പോകുന്ന ആളുകൾക്ക് അല്ലാഹു തആല പറഞ്ഞൊരു വിശേഷണമില്ലേ, ആ വിശേഷണം ഇവിടെ വെച്ച് സ്വീകരിച്ചവർക്ക് സ്വർഗത്തിൽ പോകുന്നത് എളുപ്പമാണ്. എന്താണ് സ്വർഗത്തിൽ പോകുന്ന ആളുകളെ മുഴുവനും അല്ലാഹു തആല വൃത്തിയാക്കുന്ന ഒരു കോലം പറഞ്ഞത്? വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാനാ. സ്വർഗക്കാര് സ്വർഗത്തിലേക്ക് പോകുന്നതിന്റെ മുമ്പ് അവരെ ഹൃദയങ്ങളിൽ നിന്ന്, അവരെ മനസ്സിന്റെ അടിത്തറകളിൽ നിന്ന്, ഉൾഭാഗങ്ങളിൽ നിന്ന് വിദ്വേഷം, വൈരാഗ്യം, പോര് അത് നമ്മൾ എടുത്തു മാറ്റുന്നു. പിന്നെ ഇഖ്വാനൻ, എല്ലാവരും ഒരുമ്മ പറ്റ മക്കളെ പോലെ സഹോദരങ്ങളാണ്. ആർക്കും ആരെയും പരിഗണനയില്ലാത്തതില്ല, കണ്ടുകൂടാത്ത ഒരാളും ഇല്ല. ആ ഒരു സ്വഭാവമാണോ ഇവിടെ വെച്ച് ശീലിക്കുന്നത്? സ്വർഗത്തിൽ പോകാൻ എളുപ്പാണ്. സ്വഭാവങ്ങളെ കൊണ്ട്, സ്വഭാവ വൈശിഷ്ട്യം കൊണ്ട് എത്ര ആളുകൾക്കാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിന്റെ സ്വഭാവമുള്ള സ്വഭാവങ്ങൾ പറഞ്ഞത്. സാധുക്കളാണ്, പക്ഷെ അവരുടെ സ്വഭാവത്തിന്റെ മഹിമ അങ്ങനെയാ. ഏറ്റവും നല്ല സ്വഭാവമാണ്. വെറുപ്പില്ല, വൈരാഗ്യമില്ല. എന്തെങ്കിലുമൊക്കെ അവരോട് സംഭവിച്ചു പോയാൽ വിട്ടുവീഴ്ച മനോഭാവം, അതാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത്. വേറൊരു എതിർപ്പില്ല. സ്വർഗത്തിൽ പോകുന്ന ആൾക്കാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിശേഷണം അങ്ങനെയല്ലേ. മദീന പള്ളിയുടെ ഉള്ളില് സ്വഹാബത്തൊക്കെ തടിച്ചുകൂടിയ സമയം 3 ദിവസം തങ്ങൾ ആവർത്തിച്ച് സ്വർഗക്കാരന്റെ വിശേഷണം പറഞ്ഞ ഒരാള് ഈ പള്ളിയിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ 3 ദിവസവും സ്വഹാബത്ത് കണ്ടത് അവരുടെ ഇടയിൽ അത്ര പ്രഗത്ഭനും പ്രമുഖനൊന്നും അല്ല, ഒരു സ്വഹാബിയാണ്, ഒരു പാവപ്പെട്ട മനുഷ്യൻ. പക്ഷെ ആ മനുഷ്യനുള്ള ഗുണം അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ചോദിച്ചറിഞ്ഞപ്പോ ആ സ്വഹാബി എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങൾ ചെയ്യുന്ന അമലെ ഞാനും ചെയ്യുന്നുള്ളൂ. സ്പെഷ്യൽ നിസ്കാരമൊന്നുമില്ല, സ്പെഷ്യൽ നോമ്പൊന്നുമില്ല, അങ്ങനെ സ്പെഷ്യൽ സ്വതക്കൊടുക്കാൻ മാത്രമുള്ള സമ്പാദ്യമില്ല എന്റെ കയ്യില്. പിന്നെ എനിക്കുള്ളൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് എന്താ? മാ വജത്തു അലാ അഹദിൻ മിനൽ മുസ്ലിമീന ഫീ ഖൈരിൻ ആതാഹു അല്ലാഹു ഇയ്യാഹു ഐബൻ വലാ ഹസദാ. അതിനാ കഴിയേണ്ടത്. ഏതൊരു മുസ്ലിമിന് എന്തൊരു ഖൈർ അല്ലാഹു തആല കൊടുത്താലും എനിക്കതിലൊരു കുറവും ഒരു പോരായ്മയും തോന്നാറില്ല, എനിക്കതിലൊരു ഹസദും തോന്നാറില്ല.
കഴിയോ അതിന്? നമ്മളെക്കാളും ക്ഷേമമായ ഒരു വീട് കാണിച്ചെന്നൊരു സുഹൃത്ത് കാണിച്ചെന്നാലോ ഒരു വീട്, ഇതൊരു ചൊറുക്കുണ്ടല്ലേ, ആ വീട് നമ്മളെക്കാളും കുറച്ച് കെങ്കേമായ വീടാണ്. നമ്മളെന്ത് പറയും? പിടിക്കാത്ത അങ്ങനെ വീടുണ്ടാക്കൽ. എന്താ അതിന്റെ സിറ്റ് ഔട്ടൊക്കെ? എന്ത് വെറുതെ പൈസ ചെലവാക്കി? നല്ല വീട്, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മളെ കണ്ണില് ദഹിക്കണ്ടേ, കൽബില് ദഹിക്കണ്ടേ, ഒന്ന് സമ്മതിക്കണ്ടേ, അൽഹംദുലില്ലാഹ് റാഹത്തുണ്ട് എന്ന് പറയണ്ടേ? നോക്കടാ, നമ്മളൊപ്പം പഠിച്ച കൂട്ടുകാരന്റെ വാഹനാണ് ഇതാ അയാൾ വാങ്ങാൻ കണ്ട്, ഒരു കുഴപ്പമില്ല, നല്ല വാഹന. പക്ഷെ നമുക്ക് ദഹിച്ചില്ല. ദഹിക്കാത്തോണ്ട് നമുക്ക് കറ വന്നു. വന്നില്ലേ സഹോദരങ്ങളെ? കറ വരാറില്ലേ? ഖൽബിന്റെ കുറവാ, ഖൽബിന്റെ മേന്മയുടെ കുറവാണ്. മാ വജത്തു അലാ അഹദിൻ മിനൽ മുസ്ലിമീന ഫീ ഖൈരിൻ ആതാഹു അല്ലാഹു ഇയ്യാ. അല്ലാഹു ആർക്ക് എന്ത് ഖൈർ കൊടുത്താലും അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ എന്തിനാൽ കുറക്കണം? പഠിച്ചോനല്ലേ കൊടുത്ത്. നമ്മൾ എന്തിനാ കുറവ് കാണുന്നത്? ഈ ഒരു വിഷയം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഹിയല്ലതി ബല്ലഗത് ബിക്, നിങ്ങളെ സ്വർഗ്ഗത്തിലെത്തിച്ച കാര്യം ഇത് തന്നെയാണ്. നിസ്കാരമല്ല, നോമ്പല്ല, വേറെ വിശേഷങ്ങളൊന്നല്ല, അതൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈ ഒരു മനസ്ഥിതി, ഈ ഒരു സ്വഭാവം വഹിയ മാലായുതാഖ്, പെട്ടെന്ന് സാധിക്കാത്ത കാര്യം തന്നെ. ആർക്ക് അല്ലാഹു തആല ഒരു ഖൈർ കൊടുത്താലും, സമൂഹത്തിൽ എത്ര ചെറിയ ആളാണെങ്കിലും അൽഹംദുലില്ലാഹ് സന്തോഷം, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറയാനുള്ള ഒരു മനസ്ഥിതി വേണം. നമ്മളെക്കാളും ചെറിയ ആളായിരിക്കും ഒരു പക്ഷെ ഉയർന്ന പൊസിഷനിൽ ഉണ്ടാകുക, അല്ലാഹു തആല കൊടുത്തതല്ലേ. നമ്മളെന്തിനാ അയാളെ കുത്തി പ്രവർത്തിക്കണം? പഠിച്ചോൻ കൊടുത്തതല്ല, അൽഹംദുലില്ലാഹ് എന്ന് പറയും. നമ്മളെക്കാളും പ്രായം കുറഞ്ഞ ഒരാള്, അയാൾ ഉയർന്ന ജോലി ചെയ്യുന്നു, ചെറിയ പ്രായത്തിൽ 24 വയസ്സായിട്ടുള്ളൂ. പക്ഷെ അയാളെ ജോലിക്ക് അയാൾക്ക് മാസം കിട്ടുന്ന സാലറി കൂട്ടി നോക്കുമ്പോ 80,000. നമ്മളാ 80,000 ഉള്ള സാലറി അയാളെ പുറത്താക്കാനുള്ള വാക്കും കണ്ണുകടിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, അല്ലാഹു അയാൾക്ക് ബർക്കത്ത് തരാ പോരെ. ഇത്ര പെട്ടെന്നോ 80,000? എന്തോ ഒരു കള്ളക്കളി അയാൾ ചെയ്തിട്ടുണ്ടോ? എന്തിനങ്ങനെ പറയുന്നത്? എന്തിനാ അങ്ങനെ പറയുന്നത്? ഒന്ന് നേരാ ലെവലിൽ പറഞ്ഞ എന്താ കുഴപ്പോ? അയാൾക്ക് നേരാ ലെവലിൽ കിട്ടിയാന്ന് ഭാവിച്ചാൽ എന്താ കുഴപ്പം? ഒരു പ്രശ്നമില്ലല്ലോ, നമുക്കൊരു മുടക്കം വരാല്ലോ. അല്ലാഹു തആല കൊടുത്തതല്ലേ, നമുക്കൊന്നും അറിയില്ലല്ലോ. നമ്മൾ അൽഹംദുലില്ലാഹ് റാഹത്ത് എന്ന് പറഞ്ഞാ പോരെ. പക്ഷെ അതിന് മനുഷ്യന്റെ മനസ്സാണ് മെനക്കെട്ട് കിട്ടണ്ടേ. അതുകൊണ്ട് ആ സഹോദരങ്ങളെ, സ്വർഗത്തിലേക്ക് അല്ലാഹു തആല കയറ്റുമ്പോഴേ, സ്വർഗത്തിലെത്തിയിട്ടും പിന്നെ കണ്ണുകടി ഉണ്ടായ പിന്നെ സ്വർഗലോകത്തിൽ സുഖം ഉണ്ടാകൂലല്ലോ. ഖുർആനിൽ സ്വർഗീയസ്ഥരുടെ വിശേഷണങ്ങൾ പറഞ്ഞിടത്തൊക്കെ അല്ലാഹു തആല പറഞ്ഞു, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗിൽ, മനസ്സിലുള്ള പക, ഖറ, അത് മുഴുവനും എടുത്തു മാറ്റും. ഇഖ്വാനൻ അലാ സുറുറിൻ മുതഖാബിലീൻ, സ്വർഗീയരായ ആളുകൾ സ്വർഗത്തിൽ ഒരൊറ്റ കട്ടിൽ ഇങ്ങനെ മുഖാമുഖം ഇരിക്കും. അത്രയും ആത്മബന്ധായിരിക്കും. ഇവിടെ ഒരു പക്ഷേ ഒരു കസേരന്റെ ചുറ്റും, ഒരു ടേബിളിന്റെ ചുറ്റും ഇരുന്നാല് ഒരു പക്ഷേ ചിലരുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ പ്രയാസമായിരിക്കും അല്ലെ. അതൊരു കല്യാണത്തിന് ഒരു 10 മിനിറ്റ് നേരം ഭക്ഷണം കഴിക്കലാണെങ്കിലും സഹിച്ച് വേഗം ഭക്ഷണം കഴിച്ച് വേഗം കയ്യേക്ക് പോവുക, ഒരു പ്രശ്നമില്ല. അലാ സുറുറിൻ മുതഖാബിലീൻ, കട്ടിലുകളുടെ മേൽ മുഖാമുഖം ഇരിക്കുന്നു. എന്തൊരു സന്തോഷമാണ് സ്വർഗലോകത്ത്. മുഅ്മിനീങ്ങളെ, മുത്തഖീങ്ങൾക്ക് അല്ലാഹു നൽകിയ സ്വർഗലോകം വല്ലാത്ത ഒരു സമൃദ്ധിയോടെയല്ലേ ഖുർആൻ ആ സ്വർഗലോകത്തെ പരിചയപ്പെടുത്തുന്നത്. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, 4 തരം ഹാറുകൾ അതിന്റെ തായ്ഭാഗത്തൂടെ ഒഴുകുന്നു. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല ഹാറുകളെ എണ്ണി പറഞ്ഞു, ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ, ഒരിക്കലും നിറഭേദം വരാത്ത, വാസനക്ക് മാറ്റം വരാത്ത നല്ല ശുദ്ധജലത്തിന്റെ ഒരു ഹാറ്. വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമു, രുചിഭേദം വരാത്ത പാലിന്റെ നദി. പാലിന്റെ നദിയാണ് ഒഴുകുന്നത്.
വീട്ടിൽ ഇന്ന് വെക്കുന്ന പാല് നാളെ ആകുമ്പോഴേക്ക് മാറ്റം വരുന്നു. അത് സുരക്ഷിതമായ കേന്ദ്രത്തിൽ എത്തിച്ചിട്ടില്ലെങ്കിലോ അതൊന്ന് ചൂടാക്കാതെയോ മറ്റോ കുറെ നേരം വെച്ചാൽ വേറെയും സ്വഭാവമാകുന്നു, നിറം മാറുന്നു, വാസന പോകുന്നു, രുചി മാറുന്നു. ലം യതഗയ്യർ തഅമുഹു, രുചിഭേദം വരാത്ത പാലിന്റെ നദികളുണ്ട്. വഅൻഹാറും മിൻ ഖംദിൻ ലദ്ദത്തിൽ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ആനന്ദമേകുന്ന ഖംറിന്റെ നദികളുണ്ട്. ദുനിയാവിൽ കിട്ടുന്ന വാസനിക്കുന്ന അതേ ബോധം കെട്ടി വീഴുന്ന ഖംറല്ല, മദ്യമല്ല അവിടെ കുടിക്കുന്നത്. ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ, തലവേദന വരാത്ത, ലഹരി ബാധിക്കാത്ത നല്ല ശുദ്ധമായ ഖംറാൻ. സ്വർഗത്തിൽ നിന്ന് അല്ലാഹു തആല സംവിധാനിക്കുന്ന ഖംറിന്റെ പുഴകളുണ്ട്. വഅൻഹാറും മിൻ അസലിൻ മുസഫാ, നല്ല കടഞ്ഞെടുത്ത ക്ലിയറായ വൃത്തിയുള്ള തേനിന്റെ പുഴകളുണ്ട്. ഈ 4 നദികളും അതേ സ്വർഗീയസ്ഥനായ ആള് കൊട്ടാരത്തിൽ താമസിക്കുമ്പോ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ അങ്ങനെ 4 നദികളും ഒഴുകുന്നു. 4 നദികളിൽ ഏതെങ്കിലും ഒരു നദിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കുടിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് കുടിക്കാനുള്ളത് കൊടുക്കാൻ ചുറ്റുഭാഗത്തും റോന്ത് ചുറ്റുന്ന കാണാൻ നല്ല സൗന്ദര്യമുള്ള ചെറുപ്പക്കാരായ മക്കളുണ്ട്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരീഖ വകഅസിം മിൻ മഈൻ. കുട്ടിത്വം വിടാത്ത കുട്ടികൾ, അവർക്കിനി പ്രായഭേദമാകൂല, ഒരേ ലെവലിൽ തന്നെ എന്നും അവർ കുട്ടികളാണ്. വിൽദാനും മുഖല്ലദൂൻ, കാണാൻ നല്ല ചൊറുചൊറുക്കുള്ള കുട്ടികള്. സ്വർഗീയരുടെ ചുറ്റും അവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അവരെ കൈകളിൽ കോപ്പകളുണ്ട്, പിടുത്തമുള്ള കോപ്പകളുണ്ട്, പിടുത്തമില്ലാത്ത കോപ്പകളുണ്ട്. 2 തരത്തിലുള്ളതുമുണ്ട്. അതാണ് ബി അക്വാബിൻ വഅബാരീഖ വകഅസിം മിൻ മഈൻ. കുടിക്കാൻ ആവശ്യപ്പെടുന്ന ജലാശയങ്ങളിൽ നിന്ന്, കുടിക്കാൻ ആവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന നദികളിൽ നിന്ന് മുക്കിക്കൊടുക്കുന്നു. അവരത് പാനം ചെയ്യുന്നു. പാനം ചെയ്തുകൊണ്ടുള്ള പാത്രത്തിലുള്ളത് തീർന്നു പോകുന്നുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നിട്ട് ആ മരത്തിന്റെ മുകളിലുള്ള കായ്ക്കനികൾ ഭക്ഷിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗീയസ്ഥനായ ആള് മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ഒന്നും പറിച്ചുകൊണ്ട് ബുദ്ധിമുട്ടാകേണ്ടി വരില്ല. പിന്നെയോ മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുമ്പോഴേക്ക് ചില്ലകൾ തായോട്ട് താഴ്ന്നുപോയി. അതിലുള്ള പഴങ്ങൾ അങ്ങനെയാണ്. സ്വർഗത്തിലുള്ള മരത്തിന്റെ പഴങ്ങളും ഇവിടെയുള്ള പഴങ്ങളൊക്കെ മാറ്റുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു മരത്തിന്റെ മുകൾ ഭാഗത്ത് അല്ലെങ്കിൽ ചില്ലയുടെ ഏതെങ്കിലും ഭാഗത്ത് അവിടെയൊക്കെയാണ് പഴങ്ങളും മറ്റും ഉണ്ടാകുക. സ്വർഗത്തിൽ അല്ലാഹു തആല സംവിധാനിച്ചത് അങ്ങനെയല്ല. എങ്ങനെയാ സ്വർഗത്തിൽ അല്ലാഹു തആല പഴങ്ങളെ സംവിധാനിച്ചത്? ഫീ ളില്ലിൻ മംദൂദ് വത്വൽഹിൻ മംലൂദ്. സ്വർഗത്തിലെ പഴങ്ങളെ പറ്റി അങ്ങനെയാ പറഞ്ഞത്. ത്വൽഹിൻ മംലൂദ്, അടുക്കടുക്കാക്കി വെച്ച പഴക്കുലകൾ. ഒരു പഴത്തിന്റെ മരമാണോ? വാഴപ്പഴത്തിന്റെ മയമാണോ? താഴെ മുതൽ മുകൾ വരെ പഴം. മുകളിൽ മാത്രം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു കൊലയല്ല, താഴ്ഭാഗം മുതൽ മേൽഭാഗം വരെ പഴങ്ങളാണ്. ഒന്നെടുക്കുമ്പോഴേക്ക് തൽസ്ഥാനത്ത് ഒന്നിങ്ങനെ ഓട്ടോമാറ്റിക്കായി വന്നുപോയി. എന്തൊരു സംവിധാനമാണ്! അടുത്തൊന്ന് പറിക്കുമ്പോഴേക്ക് ആ പറിച്ചത് അവിടെ കാണൂല, ഫില്ലായി പോയി. മറ്റൊന്ന് അല്ലാഹു തആല അവിടെ മുളപ്പിച്ചു. ഒന്നിങ്ങനെ പറിച്ചു വെച്ചിട്ട് കാലിയായിട്ട് അവിടെ ഒന്നില്ലല്ലേ എന്ന് പറയൂല, നിറഞ്ഞു നിൽക്കാണ്. ഫാക്കിഹത്തിൻ കസീറ ലാ മഖ്തുഅത്തിൻ വലാ മംനൂഅ.
ഒരു കാലത്തും കിട്ടാക്കനിയാകൂല, ഒരാൾക്കും ലഭിക്കാതിരിക്കൂല, എല്ലാവർക്കും കിട്ടും. ഏതെങ്കിലും ഒരു കാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും കിട്ടും. ആർക്കും തടസ്സാകൂല, എല്ലാവർക്കും ഭക്ഷിക്കാൻ പറ്റും. സ്വർഗത്തിലെ പഴങ്ങളെ അല്ലാഹു തആല സംവിധാനിച്ചത് അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗീയസ്ഥരായ ആളുകൾ ഇണകൾ തമ്മിൽ ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ ഇരുന്നിട്ട് അവരിങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുമ്പോ, സ്വർഗീയസ്ഥരായ ആണും പെണ്ണും തരുണീമണികള് അവരിങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറേ, സ്വർഗത്തിന്റെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നിട്ട് ഒരാണും പെണ്ണും ഇങ്ങനെ ആഗ്രഹിക്കാണ്, അതിന്റെ മുകളിലിരിക്കുന്ന ആ പഴങ്ങളൊക്കെ ഒന്ന് താഴോട്ട് ഇങ്ങനെ വന്നെങ്കിൽ തിരക്കടില്ലായിരുന്നു, ഒന്ന് ഭക്ഷിക്കാമായിരുന്നു എന്നവനെ മനസ്സിൽ ഉദ്ദേശിക്കുമ്പോഴേക്ക് അല്ലാഹു തആല ആ ചില്ലെങ്ങനെ താഴോട്ട് താഴ്ത്തി കൊടുത്തു. എന്തൊരു സംവിധാന! ആരെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞു അപേക്ഷിച്ച് കുറച്ചു നേരം കാത്തിരിക്കേണ്ട ആവശ്യം അതൊന്നുമില്ല. സ്വർഗത്തിലൊക്കെ മശീഅത്തല്ലേ, ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ. ആവശ്യപ്പെടുന്നത് എന്താണോ ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശിക്കുന്നത് അങ്ങനെ മനസ്സിൽ ഉദ്ദേശിക്കുമ്പോഴേക്ക് കാര്യങ്ങൾ റെഡിയായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, നബിയെ, ഈ മരത്തിന്റെ ചുറ്റുഭാഗത്തും ഇരുന്നിട്ട് ഇങ്ങനെ കാറ്റ് കൊണ്ട് സുഖിക്കുമ്പോ ആ മരത്തിന്റെ മുകളിലൊക്കെ പക്ഷികൾ ഉണ്ടാകുമെന്ന് ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. ഉണ്ട് ഉമറേ, ആ മരത്തിന്റെ മേലെ വലിയ വലിയ പക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാറിപ്പറന്ന് നടക്കും. ആ പക്ഷികളെ ഭക്ഷിക്കാൻ കിട്ടുമോ എന്ന് ചോദിച്ചു. ഉമറേ, ആ പക്ഷിയെ എങ്ങനെയാണ് വേണ്ടത്? ആ പക്ഷിയെ നിനക്ക് മുന്നിലേക്ക് വരേണ്ടത് ഫ്രൈ ആയിട്ടാണോ, അല്ല ചുട്ട രീതിയിലാണോ? രണ്ട് രീതിയിലും നിന്നിലേക്ക് വരും. ആ പക്ഷി നീ ഉദ്ദേശിക്കുമ്പോ നിന്നിലേക്ക് പക്ഷി വരുന്നത് മസ്ലിയൻ വമശ്വിയാ. നമ്മൾ പറഞ്ഞ അതേ വർത്തമാനം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മശ്വി ബോർഡിൽ കാണല്ലേ, ഷവായ മശ്വി ഷൂയ എന്നൊക്കെ. അതന്നെ മശ്വിയൻ ചുട്ട രീതിയിൽ, മസ്ലിയൻ പൊരിച്ച രീതിയിൽ. പൊരിച്ച രീതിയിലും ചുട്ട രീതിയിലും വരും. എങ്ങനെ വേണ്ടത്? നിങ്ങളെ മനസ്സിൽ എന്താ ആഗ്രഹം? ചുട്ട രീതി വരട്ടെ, ചുട്ട രീതിയിൽ വരും. മുന്നിലേക്ക് എത്തി. ഒന്നിനും ബുദ്ധിമുട്ടാകേണ്ട, ഒന്നിനും ഒരു പ്രയാസമാകേണ്ട ഒരു സംഗതിയില്ല. ഒരു ക്ഷീണവും ഇല്ല, ഒരു വിഷമവും ഇല്ല. എല്ലാം ഏറ്റവും നല്ല ആനന്ദ തുന്തിലമായ രീതിയിൽ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സ്വർഗ്ഗലോകമാണ്. ഖുർആൻ വിശദീകരിച്ചില്ലേ സ്വർഗ്ഗലോകത്തിന്റെ സന്തോഷങ്ങൾ എത്ര വലുതാണ്. സ്വർഗ്ഗലോകത്തൊരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം യജമാനനായ റബ്ബിന്റെ സലാമാണ്. അതുകൊണ്ടാണ് സൂറത്ത് യാസീനിൽ അത് അത്രയും വലിയ രൂപത്തിൽ എടുത്തു പറഞ്ഞത്. സ്വർഗ്ഗക്കാർക്കുള്ള സന്തോഷങ്ങൾ പറഞ്ഞില്ലേ, ഇന്ന അസ്ഹാബൽ ജന്നതി ഫീ ശുഗ്ലിൻ ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. സ്വർഗീയസ്ഥരായ ആളുകൾ, അതേ, അവർ വ്യത്യസ്ത രീതിയിലുള്ള താല്പര്യങ്ങളിൽ, ആഗ്രഹങ്ങളിൽ, കാര്യങ്ങളിൽ അവർ മുഴുകിയിരിക്കുകയാണ്. ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. സ്വർഗ്ഗത്തിലുള്ള ആളുകളും അവരുടെ ഇണകളും നല്ല ഉയർന്ന കട്ടിലുകളുടെ മേൽ ഊഞ്ഞാലുകളിൽ അതാ സ്വർഗ്ഗത്തിലെ കാറ്റും വാസനിച്ച് സുഗന്ധവും ആസ്വദിച്ച് അവരെങ്ങനെ സുഖിച്ചുകൊണ്ടിരിക്കുന്നു. ലഹും ഫീഹാ ഫാകിഹ. അവിടെ ഒരുപാട് പഴവർഗ്ഗങ്ങൾ കിട്ടാനുണ്ട്. എന്തെല്ലാം പഴങ്ങളുണ്ട്, എല്ലാ പഴങ്ങളും സ്വർഗ്ഗത്തിലുണ്ട്. ഭൂമിയിൽ ഭക്ഷിക്കാത്ത പഴങ്ങൾ വരെ സ്വർഗ്ഗത്തിൽ പഴങ്ങളായിട്ട് നല്ല മധുരത്തോടെ ഉണ്ടാകും. ഇവിടെ നാട്ടിൽ എന്താ പറയാറ്? ഞങ്ങളുടെ നാട്ടിലൊക്കെ ആട്ടങ്ങ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഇവിടെ എന്താ പേര്? ഞങ്ങൾ പാപ്പ ആട്ടങ്ങ അറിയില്ലേ? കേരളത്തിലുള്ള ഭാഷന്റെ ഞാൻ പറയുന്നത്. ആട്ടങ്ങ എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ഒരു സാധനം ഉണ്ട്. ഇവിടെ എന്താ അതിന്റെ പേരെന്നറിയില്ല. അതന്നെയാണ് പേര്. അത് നല്ല മധുരമായിട്ടുണ്ടാകും. ഇവിടെ നമ്മളൊന്നും ഭക്ഷിക്കാത്ത മനുഷ്യന്മാർ അഥവാ കയ്യിലായാലും അതിന്റെ വാസന തന്നെ കയ്പന്നെ മാറൂല. അത്തരത്തിലുള്ള ചില ഇതൊക്കെ ഉണ്ടാവും കാട്ടിലെത്തിയാൽ. പക്ഷെ അതൊക്കെ സ്വർഗ്ഗലോകത്തുണ്ടാവും, നല്ല മധുരമായ രീതിയിലുണ്ടാവും. സന്തോഷം എന്താണെന്നറിയോ? സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. റഹ്മാനായ റബ്ബിന്റെ പക്കൽ നിന്നുള്ള സലാം. അത്രയേറെ
അതിലേറെ സ്വർഗക്കാരന് സന്തോഷമുള്ളൊരു സംഗതി വേറെയില്ല. അള്ളാഹുവിന്റെ സലാം കേൾക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുവിനോടുള്ള മുനാജാത്ത്, അള്ളാഹുവിനോടുള്ള അള്ളാഹുവിലേക്കുള്ള കാഴ്ച, അള്ളാഹുവിന്റെ തിരുനോട്ടം, അള്ളാഹുവിന്റെ സലാം, അള്ളാഹുവിന്റെ കലാം കേൾക്കാനുള്ള കഴിവില്ലേ മുഅ്മിനീങ്ങളെ? ഏറ്റവും വലിയ സന്തോഷം മുഅ്മിനീങ്ങൾക്ക് അതിനേക്കാൾ വലുത് മറ്റെന്താണ്? സ്വർഗത്തിൽ വേറെ ഒന്ന് വലുതില്ല. അതുകൊണ്ടാണ് സൂറത്ത് യാസീനിൽ സ്വർഗത്തിന്റെ വിഷയങ്ങൾ പറഞ്ഞപ്പോ അവസാനമായിട്ടത് എണ്ണി പറഞ്ഞത് അതിനേക്കാൾ വലുത് മറ്റൊന്നില്ല. ദുനിയാവിൽ അല്ലാഹുവിന്റെ സലാം കിട്ടിയപ്പോ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ സന്തോഷിച്ചില്ലേ ഉമ്മമാരെ? അല്ലാഹു തആല ഖദീജ ബീവിക്ക് സലാം കൊടുത്തേച്ചില്ലേ? ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ ഖദീജ ബീവിക്ക് ഒരു സലാം കിട്ടിയപ്പോ ഖദീജ ബീവിന്റെ മനസ്സിന്റെ സന്തോഷം എത്രയാണ്! മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം ശരീരം മറന്ന്, സമ്പത്ത് മറന്ന്, എല്ലാ ലെവലും മറന്ന് അത്രയും അധികം മഹബത്ത് വെച്ചപ്പോ, സ്വീകരിച്ചപ്പോ, നിബിതങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചപ്പോ അല്ലാഹു തആല കൊടുത്തേച്ചൊരു സമ്മാനമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് ജിബ്രീലിന്റെ സലാം കിട്ടിയിട്ടുണ്ട്. മറിയം ബീവിക്കും ജിബ്രീലിന്റെ സലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഖദീജ ബീവിക്ക് കിട്ടിയ സലാം അല്ലാഹുവിന്റെ സലാമാണ്. അത്ര പവറുള്ള സലാം, അത്ര പവറുള്ള സന്തോഷം ലോകത്തൊരു മുഅ്മിനിന് വേറെ എന്താണ്? മുഅ്മിനീങ്ങളെ സ്വർഗത്തിലേക്ക് ആനയിക്കാൻ ഇരിക്കുന്ന മലക്കുകളുടെ സന്തോഷമൊക്കെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. കൂട്ടം കൂട്ടമായി മലക്കുകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നു. എവിടെയെന്നറിയോ? സിറാത്ത് മുറിച്ചു കടന്ന് അക്കരെ എത്തണം. അതേ സമയത്ത് ആ സിറാത്തിന്റെ മുകളിൽ 19 സബാനിയാക്കളായ മലക്കുകളുണ്ട്, നരകം കാക്കുന്ന മലക്കുകൾ. സഹോദരങ്ങളെ, നരകം കാക്കുന്ന ഒരു മലക്കിനെ പോലും നമുക്ക് ഉൾക്കൊള്ളാനുള്ള കഴിവില്ല. നരകത്തിന്റെ മേൽ അല്ലാഹു 19 കാവൽഭടന്മാരെ വെച്ചിട്ടുണ്ട്. അവരാരാന്നറിയോ? ഗൗരവ പ്രകൃതമുള്ളവരാണ്. അഡ്ജസ്റ്റ്മെന്റ് തീരെയില്ല. ഇവരെന്താ ഒന്ന് സ്നേഹത്തോടെ പെരുമാറാത്തത് എന്ന് ചിന്തിക്കരുത്. അവർക്കതിന് സാധ്യമല്ല. ശിദാദുൻ, അതീവ മല്ലന്മാരാണ്, ശക്തന്മാരാണ്. അവരുടെ ബോഡിയുടെ കടുപ്പവും അതിന്റെ വിശാലതയും ഹദീസിൽ പറഞ്ഞില്ലേ? മാ ബൈന മൻകിബൈഹിം മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി. ഒരൊറ്റ മലക്കിന്റെ 2 തോളിന്റെ ഇടയിലുള്ള വ്യാസം മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുള്ള അത്ര വലുപ്പമാണ്. പിന്നെന്തിനാ 19 ഒന്നുപോലെ? നമ്മൾ ചിന്തിക്കും അല്ലാഹു തആല ആകെ കാവൽഭടന്മാരെ നരകം കാക്കുന്ന മലക്കുകളെ 19 വെച്ചത് ഇത്രയും വലിയ നരകത്തിന് മതിയല്ല സഹോദരങ്ങളെ? ഒന്നുപോലെ. ആ ഒന്നിന്റെ 2 ചുമലിന്റെ ഇടയിലുള്ള അകലമാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, 2 തോളിന്റെ ഇടയിലുള്ള അകലം മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുള്ള അത്രയും അകലമുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത് ശിദാദുൻ, ശക്തന്മാരാണ്. അങ്ങനത്തെ ഒരൊറ്റാളെയും ദുനിയാവിൽ നമ്മൾ കാണൂല. ഒരൊറ്റ സൃഷ്ടിയെയും കാണൂല അത്ര വലുപ്പുള്ള മലക്കുകൾ 19 കൊളത്ത് ചെങ്ങലയും പിടിച്ച് കാത്തിരിക്കാണ്. കൊളത്താൻ പാകപ്പെടുത്തിയിട്ടാണ് അള്ളാഹു കാത് സംവിധാനിച്ചിരിക്കുന്നത്. എവിടെ കൊളത്തിയാലും കിട്ടും. കാത് കണ്ടില്ലേ നിങ്ങൾ? അതിനാണ് ഈ വളവൊക്കെ. എവിടെ കൊളത്തിയാലും കിട്ടും. ഒന്ന് കൊളത്തി നോക്ക്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, പടച്ച റബ്ബ് കാത്തിരക്ഷിക്കട്ടെ. ഇതിന്റെ 1-ാം തട്ട് മുവഹിദീങ്ങൾക്കുള്ളതാണ്.
നല്ലോണം കരുതണം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമത്തെ തട്ട് ലഹാ സബഅതു അബ്വാബ്, നരകത്തിന് 7 തട്ടുകളുണ്ട്. ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം, ഓരോ തട്ടുകൾക്കും നിശ്ചയിക്കപ്പെട്ട വിഹിതം ആളുകളുണ്ട്. ഒന്നാമത്തെ തട്ടിൽ പോകുന്നവരാണ് ഇസാത്തുൽ മുവഹിദീൻ. ആ ഒന്നാമത്തെ തട്ടിനാണ് ജഹന്നം എന്ന് പേര് പറയുന്നത്. സഹോദരങ്ങളെ, ജഹന്നം കാലിയാകുന്നുണ്ട്. പക്ഷെ കാലിയാകുന്നത് പറയണ്ട, കിടക്കുന്നത് ആലോചിക്കാൻ വയ്യ. കിടക്കുന്നത് ആലോചിക്കാൻ വയ്യ. നരകത്തിന്റെ ഒരു തീപ്പൊരി കൊള്ളാൻ പറ്റുമോ നമ്മളെ കൊണ്ട്? ഇന്നഹാ തർമീ ബിശറരിൻ കൽഖസുർ കഅന്നഹു ജിമാലത്തുൻ സുഫുർ. നരകത്തിന്റെ തീപ്പൊരി അതിന്റെ വലുപ്പം എത്രയാണ്? കൽഖസുരി, കൊട്ടാര വലുപ്പമുള്ള തീപ്പൊരികളാണ് നരകം പുറത്തേക്ക് തുപ്പുന്നത്. കഅന്നഹു ജിമാലത്തുൻ സുഫുർ, മഞ്ഞ നിറത്തിന്റെ ഒട്ടകത്തിന്റെ വലുപ്പത്തില്, മഞ്ഞ നിറം ഒട്ടകത്തിന്റെ മഞ്ഞ പോലോത്ത മഞ്ഞയുള്ള കൊട്ടാര സമാനമായ തീപ്പൊരികളാണ് മേലോട്ട് പൊങ്ങുന്നത്. നരകത്തിന്റെ തീപ്പൊരി കെട്ടുപോകില്ല. വല്ലാത്ത ഒരു തീപ്പൊരിയാണ് നരകത്തിനുള്ളത്. സുബ്ഹാനല്ലാഹ്, നരകത്തിൽ പല കാറ്റുകളും കാണും. നരകത്തിൽ പല കാർമേഘങ്ങളും കാണും. ലാ ദലീലിൻ വലാ യുഗ്നി മിനൽ ലഹബ്, ഒരിക്കലും നരകത്തിലെ കാർമേഘം സുഖിക്കാനുള്ള കാർമേഘമല്ല. ഓരോ കാർമേഘവും ഓരോ തരം ശിക്ഷകൾ തുപ്പാനുള്ളതാണ്. ചിലത് പുറത്തേക്ക് തുപ്പുന്നത് തീ കൊണ്ട് നിർമ്മിതമായ പാമ്പുകളെയാണ്. ചിലത് പുറത്തേക്ക് തുപ്പുന്നത് തീ കൊണ്ട് നിർമ്മിതമായ തേളുകളെയാണ്. ഉസാത്തുൽ മുവഹിദീൻ, മുവഹിദീങ്ങളിലെ ദോഷികൾക്ക്, ഈമാനുള്ള ദോഷികൾക്ക് കിടക്കാനുള്ള കേന്ദ്രമാണ് നരകത്തിന്റെ ഒന്നാമത്തെ തട്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിന്റെ ഏറ്റവും ലാസ്റ്റ് തട്ടിൽ കഴിയുന്നവരാരാന്നറിയില്ലേ? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനൻ നാർ. ഇസ്ലാമും ഈമാനും ഒക്കെ നേരെ ചൊവ്വേ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അല്ലാഹു തൗഫീഖ് കൊടുത്തിട്ട് അതിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് നിഫാഖോടെ ജീവിച്ച മുനാഫിഖുകളില്ലേ, കപട വിശ്വാസികളില്ലേ, അവർക്ക് പോകാനുള്ളത് നരകത്തിന്റെ അവസാനത്തെ തട്ടിലാണ്. അതിന്റെ നേരെ മുകളിൽ കഴിയുന്ന ആളുകളാ സഹോദരങ്ങളെ യഹൂദികൾ. അതിന്റെ നേരെ മേലെ കഴിയുന്നവരാണ് നുസാറ ക്രിസ്ത്യാനികൾ. അതിന്റെ നേരെ മേലെ കഴിയുന്നവരാണ് ഇബ്ലീസും അവന്റെ സൈന്യവും. സുബ്ഹാനല്ലാഹ്, അതിന്റെ നേരെ മേലെ കഴിയുന്നവരാണ് ബഹുദൈവാരാധകർ. അതിന്റെ നേരെ മേലെ കഴിയുന്നവരാണ് സ്വാബീങ്ങൾ. ഇവരൊക്കെ നരകത്തിന്റെ ഓരോ തട്ടിലും അല്ലാഹു തആല സദാ സമയത്തും നരകത്തിൽ അങ്ങനെ കൊടുക്കുമ്പോ, ശിക്ഷ കൊടുക്കുമ്പോ, ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, ശിക്ഷ കൊണ്ടൊന്നും മരിച്ചു കിട്ടുമോ? ഇല്ലേ, ഇല്ല, ഒരിക്കലും മരിക്കുകയില്ല. വലാ യഹ്യാ, ഒരു നല്ല ജീവിതത്തിന് രക്ഷ കിട്ടുമോ? ഒരിക്കലും രക്ഷ കിട്ടൂല. നരകത്തിലും സ്വർഗത്തിലും അധികം കണ്ട ആളുകളെ പറ്റി പറഞ്ഞ ഹദീസിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തലഅതു ഫിൽ ജന്ന, സ്വർഗത്തിലേക്ക് ഞാൻ എത്തി നോക്കി. ഫറഅയ്തു അക്സറ അഹ്ലിഹൽ ഫുഖറാ, സ്വർഗത്തിൽ ഞാൻ അധികം കണ്ടവും സാധുക്കളെയാണ്, പാവങ്ങളെയാണ്. ഭാരിച്ച ബാധ്യതകളോ ചതികളോ ഒന്നും അവരിൽ നിന്ന് സംഭവിച്ചിട്ടില്ല. പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് അവർ ജീവിച്ചു പോയി. അല്ലാഹുവിനെ പേടിച്ച് ഭൂമിയിലുള്ള കാലം സ്വസ്ഥമായി ജീവിച്ചു. ആരോടും വക്കാണത്തിനില്ല, വൈരാഗ്യത്തിനില്ല, വഞ്ചനക്കില്ല, അക്രമത്തിനില്ല, വിദ്വേഷത്തിനില്ല, ഒരാളെയും തോൽപ്പിക്കാനില്ല. പാവമായിട്ട് അങ്ങനെ നടന്ന് ഫക്കീറായി അങ്ങനെ ജീവിച്ച് അല്ലാഹുവിലേക്കും അങ്ങനെ തിരിച്ചുപോയി. ഒരാളോടും ഒരു ബാധ്യതയുമില്ല.
അതേ സമയത്ത് ഇത്തലഅതു ഫിന്നാർ, നരകത്തിലേക്ക് ഞാൻ ഒന്ന് എത്തി നോക്കി. ഫറഅയ്തു അക്സറ അഹ്ലിഹൻ നിസാ, ഉമ്മമാരെ, നരകത്തിൽ ഞാൻ അധികവും കണ്ടത് സ്ത്രീകളെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ കാണാത്ത രണ്ട് വിഭാഗം നരകക്കാരി എന്ന് പരിചയപ്പെടുത്തിയില്ലേ? അതിലൊരു വിഭാഗം സഹോദരിമാരെയല്ലേ തങ്ങൾ പറഞ്ഞത്? സിൻഫാനി മിൻ ഉമ്മത്തി ലം അറഹുമാ, ഞാൻ കണ്ടിട്ടില്ലാത്ത രണ്ട് വിഭാഗം ആളുകൾ വരാനുണ്ട്. രണ്ടും പിന്നാർ, നരകത്തിലേക്ക് പോകാനുള്ളവരാണ്. ഒരു വിഭാഗം ഖൗമും മഅഹും സിയാത്തിൻ യദ്രിബൂന ബിഹന്നാസ്, ഖൗമും മഅഹും സിയാത്തുൻ കദ്നാബിൽ ബഖർ, പശുവിന്റെ വാല് പോലെ ചാട്ടവാറും പിടിച്ച് നിരപരാധികളെ തല്ലിച്ചതക്കുന്ന ആളുകള്, അവര് നരകത്തിൽ പോകാനുള്ളവരാണ്. നിരപരാധികളെ വേട്ടയാടുന്ന അധികാരികളെ കണ്ടിട്ടില്ലേ? കയ്യിൽ തോക്കും പിടിച്ച് സദാഭാഗത്തും വിപ്ലവങ്ങളും അക്രമങ്ങളും നടത്തുന്ന ആളുകളെ കണ്ടില്ലേ? ഭരണാധികാരികളില്ലേ? അവരെ നിയമപാലകരില്ലേ? അവര് മുന്നോട്ട് വെച്ച സേനാധിപന്മാരില്ലേ? അവര് നരകത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാവപ്പെട്ട മുസ്ലിങ്ങളെ ചുട്ടുകൊല്ലുന്ന യഹൂദി അടക്കം ആ കൂട്ടത്തിലുണ്ട്. ഓ സഹോദരങ്ങളെ, രണ്ടാമത്തെ ടീമിനെ പറ്റി പറഞ്ഞപ്പോ വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ റൂസുഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മായിലാ, തങ്ങൾ പറഞ്ഞല്ലോ വനിസാഉൻ, സ്ത്രീകളുമാണ്, കാസിയാത്തുൻ, വസ്ത്രം ധരിച്ചവരായ സ്ത്രീകളാണ്. വസ്ത്രം ധരിച്ചവരായ സ്ത്രീകളാണ്. പക്ഷേ ആരിയാത്തുൻ, അവര് നഗ്നരാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാ ധരിച്ചിട്ടുണ്ട്. അവരെ ശരീരത്തിന്റെ ഭാഗങ്ങൾ വെളിവാകുന്നുണ്ടോ? വെളിവാകുന്നുണ്ട്. ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൂന്ന് തരത്തിലുണ്ട്. പകുതി മറച്ചവർ, പകുതി മറക്കാത്തവർ. മുഴുവനായും മറച്ചു, പക്ഷേ മറച്ചതിലൂടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് കാണുന്നവർ. പിന്നൊരു വിഭാഗമാരാണ് മറച്ചിട്ടുണ്ട്, പക്ഷേ കൃത്യമായി ശരീരത്തിന്റെ അളവ് കൃത്യമായും പുറത്തേക്ക് വെളിവാക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളാ ധരിച്ചിരിക്കുന്നത്. എന്റെ വിശദീകരണമല്ല. ഇമാം നബി റളിയല്ലാഹു അൻഹു ഈ നഗ്നതയെ വിശദീകരിച്ചത് അങ്ങനെയാണ്. കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത്, സ്വന്തം ആകർഷണീയത സ്വീകരിച്ച് മറ്റുള്ളവരിലേക്ക് ആകർഷണീയത നൽകുന്നവര്. റൂസുഹുന്ന കാസിനിമത്തിൽ ബുഖ്തിൽ മായിലാ, തലമുടി ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ ചുരുട്ടിക്കൂട്ടി കെട്ടിവെച്ചിട്ട് ഭംഗിയാക്കി കാണിക്കുന്നവർ. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നരകത്തിലാണെന്ന് അടയാളം പറഞ്ഞതില് എന്റെ സ്നേഹമുള്ള ഉമ്മമാരെ, നമ്മൾ ഉണ്ടായിക്കൂടാ. നമ്മുടെ വേഷങ്ങൾ അങ്ങനെയാകരുത്. നരകക്കാരന്റെ വസ്ത്രം സഹിക്കാൻ പറ്റുമോ? നരകക്കാരന്റെ വെള്ളം സഹിക്കാൻ പറ്റുമോ? നരകക്കാരന്റെ കാറ്റ് സഹിക്കാൻ പറ്റുമോ? ഇന്നൽ മുജ്രിമീന ഫീ അദാബി ജഹന്നമ ഖാലിദൂൻ, കുറ്റവാളികൾ നരകത്തിന്റെ ശിക്ഷയിൽ ശാശ്വതരാണ്. ലാ യുഫത്തറു അൻഹും വമാ ഹും ഫീഹി മുബ്ലിസീൻ, ഒരിക്കലും അവരെ ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടൂല. ശിക്ഷ എങ്ങനെ സഹിക്കാൻ കഴിയാഞ്ഞിട്ട് അവരെ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ ചുട്ട് പൊള്ളിയിട്ട് കരിഞ്ഞു ഉണങ്ങിയിട്ട് ഓരോ ഭാഗവും ഇങ്ങനെ കൊഴിഞ്ഞു വീണാലും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ് കുല്ലമാ നദിജത് ജുലൂദുഹും, ശരീരത്തിൽ
ശരീരത്തിന്റെ തോലുകളൊക്കെ പഴുത്ത് 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 ഓരോ ഭാഗങ്ങളും തീയിലേക്ക് അങ്ങനെ വീണാലും പുതിയ ബോഡി നമ്മൾ അങ്ങനെ മാറ്റിക്കൊടുക്കുന്നു. നല്ലോണം ശിക്ഷ ഒന്ന് രുചിക്കാൻ വേണ്ടിയാണ്, ശിക്ഷ ആസ്വദിക്കാൻ വേണ്ടിയാണ്. എന്താണ് അവർക്ക് കൊടുക്കുന്ന വസ്ത്രം? സറാബീലുഹും മിൻ ഖത്റാനിൻ വതഗ്ശാ വുജൂഹഹുമുൻ നാർ. അവർക്ക് കൊടുക്കുന്ന ഡ്രസ്സ് ടാറിനാൽ നിർമ്മിതമായ ഡ്രസ്സാണ്. പെട്ടെന്നല്ലേ ടാറിലേക്ക് തീ പടരുന്നത്? റോഡ് സൈഡിലൊക്കെ ടാറിടുന്നത് കണ്ടിട്ടില്ലേ? ഒരു തീയിന്റെ ചെറിയൊരു ഭാഗം ടാറിലേക്കൊന്ന് പെട്ടെന്ന് പിടിച്ചാൽ എത്ര പെട്ടെന്നാണ് കത്തിപ്പടരുന്നത്. കത്തിപ്പടരാൻ എളുപ്പമുള്ള വസ്ത്രം അതാണ് നരകക്കാരന് കൊടുക്കുന്ന വസ്ത്രം. അവരെ മുഖം മൊത്തം തീ കൊണ്ട് മൂടുന്നു. കിടക്കുന്നിടത്തിരിക്കുന്നിടത്തൊക്കെ തീ. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് അഹ്ദൽ തങ്ങൾ കണ്ണവന്തങ്ങൾ നമ്മുടെ സദസ്സിന് ദുആ ചെയ്ത് നേതൃത്വം നൽകുന്നതിന് വേണ്ടി തങ്ങൾ പാപ്പ എത്തിച്ചേർന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആ നരകക്കാരുടെ വസ്ത്രം പറഞ്ഞപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, സറാബീലുഹും മിൻ ഖത്റാനിൻ വതഗ്ശാ വുജൂഹഹുമുൻ നാർ. നരകത്തിലുള്ള ആള് പുറത്തേക്കൊന്ന് പുറന്തള്ളിയിട്ട് പോകാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുമോ? നടത്തും. കുല്ലമാ അറാദു അൻ യഖ്റുജൂ മിൻഹാ മിൻ ഗമ്മിൻ ഉഈദൂ ഫീഹാ. വിഷമം സഹിക്കാൻ കഴിയാതെ നരകത്തിലുള്ള ആള് പുറത്തേക്ക് വരാൻ ഉദ്ദേശിക്കുമ്പോ അങ്ങോട്ട് തന്നെ മടക്കപ്പെടും. മലക്കുകൾ പറയും, ഇങ്ങോട്ട് വരാൻ പറ്റൂല, നിങ്ങൾ അങ്ങോട്ട് തന്നെ പോകണം, നിങ്ങൾ നരകത്തിലേക്ക് തന്നെ പോകണം. വീണ്ടും നരകത്തിലേക്ക് മടക്കപ്പെടുന്നു. എത്ര അവര് ശ്രമിക്കുമ്പോഴും കഴിയില്ല. ഉന്തിത്തള്ളി മാറ്റുകയാണ്. അവരെ മുഖത്തേക്ക് മലക്കുകൾ ദണ്ടുകൊണ്ടടിക്കുകയാണ്. വലഹും ഫീഹാ മഖാമിഉ മിൻ ഹദീദ്. ഇരുമ്പിനാലുള്ള ദണ്ടുകളുണ്ട് ആ മലക്കുകളെ കയ്യിൽ. കുല്ലമാ അറാദു അൻ യഖ്റുജൂ മിൻഹാ മിൻ ഗമ്മിൻ ഉഈദൂ ഫീഹാ വദൂഖൂ അദാബൽ ഹരീഖ്. ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് മുഖത്തേക്ക് അടിക്കുകയാണ്. വീണ്ടും നരകത്തിന്റെ ആഴിയിലേക്ക് ആ താപതിച്ചു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെയും പിന്നെയും പുറത്തേക്ക് അങ്ങനെ വരാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ എത്ര വരാൻ നോക്കിയാലും പുറത്ത് കടക്കാൻ കഴിയൂല. കാലകാലം നരകത്തിൽ തന്നെ. ശിക്ഷ തുടരുകയാണ്. അതേ സമയത്ത് ഒന്നാമത്തെ തട്ടിൽ പ്രവേശിക്കപ്പെട്ട ആളുകളില്ലേ, അവർക്ക് അല്ലാഹു തആല ശിക്ഷ കൊടുക്കുന്നുണ്ട്. ദോഷത്തിന്റെ കട്ടിയും കനവും കണക്കാക്കി അല്ലാഹു തആല ശിക്ഷ കൊടുക്കുന്നുണ്ട്. ആ ശിക്ഷ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ബാക്കി 6 തട്ടിലുമുള്ള ആളുകൾ ഒന്നാം തട്ടിലുള്ള മുവഹിദീങ്ങളോട് ചോദിക്കും, അല്ല, നിങ്ങൾ അല്ലാഹനെ വിശ്വസിച്ചവരല്ലായിരുന്നോ? അല്ലാഹുവിന്റെ റസൂലിനെ വിശ്വസിച്ചവരല്ലായിരുന്നോ? നിങ്ങൾ നിസ്കരിച്ചവരായിരുന്നില്ലേ? നിങ്ങൾ നോമ്പ് നോറ്റവരായിരുന്നില്ലേ? നിങ്ങൾ പലതും ചെയ്തവരായിരുന്നില്ലേ? ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒന്നാം തട്ടിലുള്ള മുവഹിദീങ്ങളെ പരിഹസിക്കുമ്പോ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കുള്ള ശിക്ഷകൾ പൂർത്തിയാക്കി അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ ഉത്തരവിടുന്നു. കരിക്കട്ടകളെ പോലെ ആയ ആ ശരീരങ്ങളെ അതാ സ്വർഗത്തിലേക്ക് അങ്ങ് കടത്തുന്നതിന്റെ മുമ്പ് അതിന്റെ മുൻഭാഗത്ത്, സ്വർഗത്തിന്റെ മുൻഭാഗത്ത് സജ്ജീകരിച്ചൊരു നദിയുണ്ട്. ആ നദിയിലിട്ടവരെ മുക്കുകയാണ്. അവരെ ശരീരത്തിന്റെ നിറങ്ങളും കളറുകളും ഒക്കെ മാറാൻ വേണ്ടി അവരെ ഒന്ന് മുക്കിയെടുക്കുന്നു. എന്നാലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടാൽ യുസമ്മൂനൽ ജഹന്നമിയൂൻ, അവർക്ക് സ്പെഷ്യൽ പേര് അപ്പോഴുണ്ട്.
ജഹന്നമികൾ, ജഹന്നമിൽ നിന്ന് വന്നവർ. ആ പേര് കൊണ്ട് അവിടെ കച്ചറൊന്നും ഉണ്ടാകൂല. പക്ഷെ ആ പേര് കൊണ്ടൊരു സ്ഥാനത്തിന്റെ കുറവ് അപ്പോഴുണ്ട്. നരകം തൊടാതെ സ്വർഗത്തിലെത്തിയാലല്ലേ ഫഖദ് ഫാസ എന്ന് ഖുർആൻ പറഞ്ഞത്, വിജയിച്ചു എന്ന് പറഞ്ഞത്. അല്ലാഹു തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. നരകത്തിൽ കടന്നിട്ട് സ്വർഗത്തിലെത്തിയാൽ ഓർക്ക് പിന്നെ ഈ പേര് പറയുന്നതാണ് ഹദീസിൽ പറഞ്ഞത്. യുസമ്മൂനൽ ജഹന്നമിയൂന, ജഹന്നമിയാണല്ലേ, ജഹന്നമിയാണല്ലേ. അപ്പുറത്ത് സ്വർഗക്കാരിങ്ങനെ ചോദിക്കും, നരകമൊന്നും തൊടാതെ അപ്പുറത്തെത്തിയ ആളുകൾ ചോദിക്കും, ജഹന്നമിയാണ്, അവിടെ ടച്ച് ചെയ്ത് വന്ന ആളാണ്. ഒന്നാമത്തെ തട്ട് അങ്ങനെ കാലിയാകും. ആ തട്ട് കാലിയായെടുത്ത് ജിർജിർ മുളക്കുമെന്ന് ഹദീസിൽ കാണാം. ഒന്നാം തട്ടേ കാലിയാകുള്ളൂ, ബാക്കി തട്ടുകളൊന്നും കാലിയാകൂല. ബാക്കിയുള്ളതൊക്കെ സദാ സമയത്തും അങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഒന്നാം തട്ടിലുള്ള ആളുകളെയും അള്ളാഹുവിന്റെ പ്രത്യേക നിർദ്ദേശം മുഖേന കുറെ ശിക്ഷകൾ അവർ സഹിച്ച ശേഷം ഒരു സെക്കൻഡ് പോലും സഹിക്കാൻ പറ്റൂല. അങ്ങനെ ആരും കരുതിയിരിക്കണ്ട, നരകത്ത് പോയാലും കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റുമല്ലോ കരുതിയിരിക്കേണ്ട സഹോദരങ്ങളെ. നരകം കാണുമ്പോഴേക്ക് മുട്ടുകത്തിയിരിക്കുന്നവരാ ഞാനും നിങ്ങളും. എല്ലാ സമുദായങ്ങളും മുട്ടുകെട്ടിയിരിക്കുന്ന ഒരു രംഗമുണ്ട്. മുട്ടുകെട്ടാതെ ഇരിക്കുന്ന ഒരാള്, അന്തസ്സോടെ നിൽക്കുന്ന ഒരാള്, ഒരാള് മാത്രമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളല്ലാത്ത മുഴുവൻ മനുഷ്യരും, മുഴുവൻ ജിന്നുകളും, മുഴുവൻ മലക്കുകളും, മുഴുവൻ ചരാചരങ്ങളും മുട്ടുകെട്ടിയിരുന്നു പോയി. നരകം പിടിച്ചുകൊണ്ട് കെട്ടുന്ന സമയത്ത് മഹ്ശറിൽ കാണുന്ന വലിയൊരു ഭയാനക കാഴ്ചയാണത്. എല്ലാവരും മഹ്ശറിലെത്തിയ ശേഷം മലക്കുകൾ കൊണ്ടുവരും നരകം അർശിന്റെ ഇടത്തെ ഭാഗത്തൊന്ന് പിടിച്ചു കെട്ടാൻ. നരകത്തിന് 70,000 കടിഞ്ഞാണാണ് ഉള്ളത്. ഒരൊറ്റ കടിഞ്ഞാണിന്റെ പിന്നിൽ 70,000 മലക്കുകളുണ്ട്. അങ്ങനെ ബാക്കിയുള്ള മലക്കുകളെ എണ്ണം കൂട്ടിക്കോളൂ. ഒരു കടിഞ്ഞാണിന്റെ പിന്നിൽ 70,000 മലക്കുകളുണ്ട്. അങ്ങനത്തെ 70,000 കടിഞ്ഞാണുകൾ പിടിച്ചുകൊണ്ട് വലിച്ചു കൊണ്ടുവരുമ്പോ ഇവരുടെ ഈ കയ്യിൽ നിന്ന്, പിടുത്തത്തിൽ നിന്ന് ഒന്ന് കുതറി മാറാൻ വേണ്ടി നരകം ഒന്ന് കുലുങ്ങും. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നരകം അങ്ങനെ കുലുങ്ങുമ്പോ എങ്ങാനും പിടുത്തം വിട്ട് കഴിഞ്ഞാൽ ലഅഹറഖത് അഹ്ലൽ ജമീഅ്, മഹ്ശറിൽ ഒരു കുട്ടിയും ബാക്കി ഉണ്ടാവും. എല്ലാവരെയും ചുറ്റി കരിച്ചു കളഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ആ നരകത്തെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുന്ന രംഗം, ജസാ കുല്ലു നബിയ്യിൻ വ വലിയ്യിൻ വ മലക്കിൻ, എല്ലാ നബിമാരും താഴോട്ട് മുട്ടുകെട്ടിയിരുന്നു പോയി. എത്ര വലിയ മഹാന്മാരാ സഹോദരങ്ങളെ, അമ്പിയാക്കള്. അവരെ പോലെ സ്ഥാനമുള്ളവരാരാ? ലക്ഷത്തിൽ പരം അമ്പിയാക്കൾ താഴെ ഇരുന്നു. കണക്കെത്രയെന്നറിയാത്ത മലക്കുകൾ മുട്ടുകെട്ടിയിരുന്നു. ഔലിയാക്കളും ഇരുന്നു. നമ്മളൊക്കെ കാണുന്നതിന് മുമ്പ് തന്നെ ഇരുന്നു പോയി. നമ്മളൊക്കെ ഇരുന്നു, എല്ലാവരും ഇരുന്നു. പക്ഷെ ഇരിക്കാതെ അന്തസ്സോടെ ആ നരകത്തെങ്ങനെ കൊണ്ടുവരുമ്പോ അങ്ങനെ ശരിയായ ആർജവത്തോടെ നിൽക്കുന്ന നേതാവാണ് നമ്മളെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങള് മാത്രം, ഒരൊറ്റാള് മാത്രം, വേറെ ആരുമില്ല. അതൊരു ഐപ്പവറുള്ള നേതാവാണ്. മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി സ്നേഹിച്ച്, സ്വന്തത്തെ മറന്ന് സ്നേഹിച്ച് ഇത്തിബാഅ് ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ മുത്തുനബി തങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്വലാത്തുകൾ, മദ്ഹുകൾ ഊണിലും ഉറക്കിലും ഒക്കെ നിർവഹിക്കണം. അല്ലാഹുവിന്റെ ഹബീബിനെ ഇത്തിബാഅ് ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. വേറെ ആരാ സഹോദരങ്ങളെ അവലംബിക്കാനുള്ളത്? തങ്ങൾ ഇങ്ങനെ നരകത്തെ നോക്കിയിട്ട് പറയും, നരകമേ അഊദു ബില്ലാഹി മിൻകി, ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു, നിന്നെപ്പറ്റി കാവൽ ചോദിക്കുന്നു. നരകം മുത്തുനബി തങ്ങളോട് സംസാരിക്കുകയാണ്. നരകത്തിന് സംസാരമുണ്ടോ? ഉണ്ട്. നരകത്തിന് ജീവനുണ്ട് എന്നാണ് മഹാന്മാർ പറയുന്നത്. കാരണം നരകത്തിന്റെ അവസ്ഥ അങ്ങനെയല്ലേ. തബാറക സൂറത്തിലൊക്കെ ഓതുന്ന ആൾക്കാർ ഒന്നിങ്ങനെ അവിടെ നിന്ന് മനസ്സിരുത്തി ഓതണം. എങ്ങനെയാണ് തബാറക സൂറത്തിൽ നരകത്തെ പറ്റി പറയുന്നത്? തകാദു തമയ്യസു മിനൽ ഗൈദ്, നരകം അതിന്റെ ക്രോശം കൊണ്ട്, ക്രോധം കൊണ്ട് പൊട്ടി വിണ്ട് കീറിയിട്ടൊക്കെ എല്ലാത്തിനെയും തരിപ്പണാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്.
അപ്പൊ നരകത്തിന് അങ്ങനെ ഒരു പൊട്ടിക്കീറുന്ന ഒരു സ്വഭാവം ഉണ്ടോ? ഉണ്ട്. കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സാലഹും ഖസനതുഹാ ലം യതികും നദീർ. വല്ലാത്തൊരു രംഗമാണ് നരകത്തിന്റെ രംഗം. നരകം ഇങ്ങനെ പൊട്ടിക്കീറ, നരകം ഇങ്ങനെ ഗൗരവത്തോടെ ശബ്ദിക്കുക. നരകം പറയും. നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ നരകം എന്താ പറയുന്ന വാക്കറിയോ? ലഅന്തഖിമന്നൽ യൗമ മിമ്മൻ റസഖ മിമ്മൻ അകല റിസ്ഖല്ലാഹി വഅബദ ഗൈറഹു. അല്ലാഹുവിന്റെ അന്നം ഭക്ഷിച്ച് അല്ലാഹ് അല്ലാത്തവർക്ക് വഴിപ്പെട്ട് അനുസരിച്ച് ജീവിച്ചവരില്ലേ, അവരെ ഞാൻ പ്രതികരിക്കും. അടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ചിട്ട് അല്ലാത്തവർക്ക് വഴിപ്പെട്ട്, ദുനിയാവിന് വഴിപ്പെട്ട്, ദേഹേച്ഛക്ക് വഴിപ്പെട്ട്, ശൈത്താന് വഴിപ്പെട്ട്, ഭൗതിക താല്പര്യങ്ങളുടെ ഇംഗിതങ്ങൾക്ക് പിന്നാലെ പോയിട്ട് പടച്ച റബ്ബിന്റെ അന്നം തിന്നു കഴിഞ്ഞ ആളുകളില്ലേ, അവരെ ഇന്ന് നന്നായി ഞാൻ പ്രതികരിക്കും, ശിക്ഷിക്കും, ഒരൊറ്റൊന്നിനെയും വിടൂല. നരകം പറയുന്ന പറച്ചിലാണ് ഈ മലക്കൾ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്ന് കിട്ടുന്ന നേരത്ത്. മുത്തുനബി നിങ്ങൾ കാവൽ ചോദിക്കുമ്പോൾ നരകം ചോദിക്കാൻ, നബിയെ തങ്ങൾ എന്തിനാ കാവൽ ചോദിക്കുന്നത്? തങ്ങൾ ഏതായാലും ഇങ്ങോട്ട് വരൂലല്ലോ, നിങ്ങളെ ബോഡി അല്ല എനിക്ക് ഹറാമാക്കിയിട്ടില്ല, തങ്ങൾ എന്തിനാ കാവൽ ചോദിക്കുന്നത്? എന്താ മറുപടി എന്നറിയോ? ലി ഉമ്മത്തി, ഞാൻ എനിക്ക് വേണ്ടിയല്ല നരകമേ കാവൽ ചോദിക്കുന്നത്, എന്റെ ഉമ്മത്തിന് വേണ്ടിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നരകത്തെ കൊണ്ടുവന്ന് കെട്ടുമ്പോഴും നമുക്ക് വേണ്ടി കാവൽ ചോദിക്കുന്ന നേതാവാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നരകത്തുനിന്ന് ഓരോ സ്റ്റെപ്പ് ആൾക്കാർ ഇങ്ങനെ പോകുമ്പോ, ഞാൻ അവസാനിപ്പിക്കാണത്, പറഞ്ഞാൽ തീരാത്തൊരു ലോകാണ്. ഇങ്ങനെ പോരുന്ന സമയത്ത് സഹോദരങ്ങളെ, ബാക്കിയുള്ള 6 തട്ടിലുള്ള ആൾക്കാരെന്താ പറയുന്ന ഭാഷ എന്നറിയോ? ഖുർആൻ പറയുന്നുണ്ട്, സിറാത്തിലൂടെ ഓരോരുത്തർ ഇങ്ങനെ അക്കരെ എത്തുന്ന നേരത്ത് കണ്ടു നിൽക്കുന്ന ആൾക്കാർ പറയും, ലൗ കാനൂ മുസ്ലിമീൻ, ലൗ കാനൂ മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിങ്ങളായില്ലല്ലോ, മുസ്ലിമായി ജീവിച്ചു മരിച്ചില്ലല്ലോ. സത്യനിഷേധികൾ പരലോകത്തെ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്, താല്പര്യത്തോടെ കൂടുതലായവർ പറയുന്ന വാക്കെന്താണ്? ലൗ കാനൂ മുസ്ലിമീൻ, ലൗ കാനൂ മുസ്ലിമീൻ, മുസ്ലിമായിരുന്നെങ്കിൽ ഒന്ന് സ്വർഗത്തിലെത്താൻ വേണ്ടി ചോദിക്കാമായിരുന്നു, ഒന്ന് ശ്രമിക്കാമായിരുന്നു, ഏതെങ്കിലും ഒരു റെക്കമെൻഡിലൂടെ കഴിച്ചിലാകുമായിരുന്നു. ഇവരൊക്കെ നരകത്തുനിന്ന് പോയല്ലോ, ഞാനും മുസ്ലിമായില്ലല്ലോ, എന്റെ ഉപ്പയും മുസ്ലിമായില്ലല്ലോ. ഇതിങ്ങനെ വളരെ വിഷമത്തോടെ നരകശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ആ നരകത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നരകത്തിൽ പോകുന്ന ഒരു വിഭാഗത്തിലും പെട്ടുപോകരുത്. ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോകരുത്, മദ്യപാനത്തിന് അടിമപ്പെട്ടു പോകരുത്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ദുനിയാവിൽ മദ്യം കുടിച്ചിട്ട്, ദുനിയാവിൽ മദ്യപാനം നടത്തിയിട്ട് വേണ്ട രൂപത്തിൽ പൊറുപ്പിക്കാൻ കഴിയാതെ, അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങാൻ കഴിയാതെ മരിച്ചു പോരുന്നവൻ അതാ നരകക്കാരുടെ തീനത്തുൽ ഖബാലിൽ നിന്ന് അവന് കുടിപ്പിക്കുമെന്നത് നിശ്ചയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകക്കാരന്റെ തീനത്തുൽ ഖബാലിൽ നിന്ന് ആ മനുഷ്യന് കുടിക്കാൻ കൊടുക്കുമെന്ന് പറയുമ്പോ സ്വഹാബത്ത് ചോദിച്ചു, വമാ തീനത്തുൽ ഖബാലി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ തീനത്തുൽ ഖബാലി എന്താണ്? മയക്കുമരുന്നിന് അടിമപ്പെടണ്ട. പ്രിയപ്പെട്ട പെങ്ങളെ, ആഘോഷ ദിവസങ്ങൾ വരുമ്പോ, ന്യൂ ഇയറും മറ്റും വരുമ്പോ, കല്യാണങ്ങൾ വരുമ്പോ, സൽക്കാരങ്ങൾ വരുമ്പോ, തോന്നിവാസങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് നിന്റെ ആഖിറം മറന്നു പോകണ്ട. തീനത്തുൽ ഖബാലിൽ നിന്ന് കുടിപ്പിക്കപ്പെട്ടു പോകും. സഹോദരിമാരെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്, നല്ല സംഭാവനകൾ ഇട്ട് കൊടുക്കണം.
നരകത്തിൽ നിന്ന് സലാമത്ത് കിട്ടണമെന്ന ഉദ്ദേശത്തോടെ വലിയ വലിയ സംഭാവനകൾ കൊടുക്കും. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പോവുകയാണ്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. തീനത്തുൽ ഖബാൽ സുഖിക്കാൻ പറ്റിയ ഒരു മരുന്നാണോ? കുടിക്കാൻ പറ്റിയ ഒരു ജലമാണോ? എന്താ നബിയെ തീനത്തുൽ ഖബാൽ? സ്വദീദു അഹ്ലി ജഹന്നം. നരകക്കാരന്റെ കക്ഷഭാഗത്തുനിന്നും നരകക്കാരന്റെ സ്വകാര്യ ഭാഗത്തു നിന്നും ഒലിച്ചിറങ്ങുന്ന ചീഞ്ചലമില്ലേ, അത് അല്ലാഹു കുടിക്കാൻ കൊടുക്കുന്നത് ദുനിയാവിൽ കള്ളു മോന്തിയവനാ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവനാ. നീ ജനങ്ങൾക്കിടയിൽ കുടിച്ചത് നല്ല പാനീയങ്ങളല്ലേ? ആളുകൾ കാണുമ്പോ നീ കുടിച്ചത് ഹലാലായ പാനീയങ്ങളല്ലേ? നിന്റെ സ്വകാര്യതയിൽ ഹറാമും മോന്തിയിട്ട് മയക്കുമരുന്നിന് അടിമപ്പെട്ട് നിന്റെ ജീവിതത്തിന്റെ ഉല്ലാസ വഴികൾ നീ തുനിച്ചുവെങ്കില്, അങ്ങനെ കളഞ്ഞുവെങ്കില് നരകം കാത്തിരിക്കുന്നൊരു ചീഞ്ചലമുണ്ട്. അത് കുടിക്കുമ്പോഴോ ഉള്ളിലേക്ക് എത്തുമ്പോഴുള്ള കഥയറിയുമോ? യതജറഉഹു വലാ യകാദു യുസീഗുഹു വയതീഹിൽ മൗതു മിൻ കുല്ലി മകാൻ. ഒരൊറ്റ മുറുക്ക് കുടിക്കുമ്പോഴേക്ക് നിന്റെ ചുണ്ട് പൊണ്ടുകൊണ്ട് നിന്റെ ചുണ്ട് പൊള്ളിയിട്ട് കരിഞ്ഞിട്ട് വീണുപോയി. ഉള്ളിലേക്ക് എത്തുമ്പോ പല്ല് മുഴുവനും വീണുപോയി. നാവിലേക്ക് എത്തുമ്പോ നാവിന്റെ ഭാഗം മുറിഞ്ഞുപോയി. ഉള്ളിലേക്ക് എത്തുമ്പോഴോ എത്തുന്നിടത്ത് മുഴുവനും കൊടൽമാലകളും ബാക്കികളും കഷ്ണം കഷ്ണങ്ങളായി ഇങ്ങനെ മുറിക്കുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു ജലമാണ് കുടിക്കാൻ തരുന്നത്. അതിന്റെ ചൂട് അസഹ്യമാ, വാസന അസഹ്യമാ, ടേസ്റ്റ് ഒരു നിലക്കും നാവിനോട് ചേരൂല, കുടിക്കാനൊക്കൂല. അതിന്റെ ചൂടിനെ പറ്റിയല്ലേ സൂറത്തുൽ വാഖിയിൽ അല്ലാഹു പറഞ്ഞത്? ഫശാരിബൂന അലൈഹി മിനൽ ഹമീം ഫശാരിബൂന ശുർബൽ ഹീം. ദാഹിച്ച് വലഞ്ഞ ഒട്ടകം അതിന്റെ ദാഹം ക്ഷമിക്കാൻ കഴിയാതെ വെള്ളം കുടിക്കുന്നത് പോലെ ദാഹിച്ച് വലയുന്ന രീതിയിൽ നരകക്കാരന്റെ തൊണ്ടയിടറുമ്പോ ഒരിറ്റ് ജലം കിട്ടിയെങ്കിലെന്ന് വിചാരിക്കുമ്പോ കുടിക്കാൻ കൊടുക്കുന്നത് ചൂടുള്ള ചീഞ്ചലമാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നല്ലത് കുടിക്കണം, നല്ലത് ഭുജിക്കണം, നല്ലതിനു വേണ്ടി പ്രവർത്തിക്കണം. നരകത്തിനെ തൊട്ട് കാവൽ ചോദിച്ചുകൊണ്ട് ഭയപ്പാടോടെ കഴിയണം. നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കാത്ത ഒരൊറ്റ നിസ്കാരവുമില്ല. നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കാത്ത ഒരു പ്രാർത്ഥനയും ഇല്ല. നരകം അത്രയും ഭയാനക ലോകമാണ്. സ്വർഗലോകം അധ്വാനിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയും റഹ്മത്തും ഒക്കെ ഉദ്ദേശിച്ച് മുഅ്മിനീങ്ങൾക്ക് മുത്തഖീങ്ങൾക്ക് സജ്ജീകരിച്ച ലോകത്തിലേക്ക് അള്ളാഹു നമുക്ക് എളുപ്പം നൽകുമാറാകട്ടെ. അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വതക്ക അധികരിപ്പിക്കുക, നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക, നിസ്കാരം ഒന്നും ഖളാക്കാതിരിക്കുക. നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്ർ 110 ദിക്റും കഴിഞ്ഞിട്ടില്ലാതെ അവിടുന്ന് എഴുന്നേൽക്കാതിരിക്കുക. കഴിയോ? നിന്ന് കൂട്ടിയോക്കി എത്ര ചൊല്ലി? സുബഹിയും ളുഹറും അസ്റും മഗ്രിബൊക്കെ നിസ്കരിച്ചില്ലേ? ഇശാഒക്കെ എത്ര ചൊല്ലി? എത്ര ചൊല്ലാൻ നമ്മളെ ശരീരം ക്ഷമിച്ചിരിക്കും? സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പോക ദിക്ർ ചൊല്ലിയാൽ എന്ന് പാവപ്പെട്ട സ്വഹാബത്തിനോട് ഔലിയാക്കളോടല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? നമുക്ക് പിന്നെ ഏത് സ്വർഗ വേണ്ടത്? അതിനൊന്നും ഒഴിവില്ലല്ലേ? ഒരു ദിക്ർ ചൊല്ലാൻ ഒരു 5 മിനിറ്റ് ഈ ശരീരത്തെ പിടിച്ചിരുത്താൻ മാത്രം നമ്മളെ ശരീരം പിശുക്കാണെങ്കിൽ പിന്നെ എങ്ങനെ സഹോദരങ്ങളെ സ്വർഗത്തിലെത്തണ്ടേ? എങ്ങനെ എത്തും? അതിനുവേണ്ടി സെറ്റപ്പോടെ ജീവിക്കണം. ഞാൻ എന്റെ ഭാഷണം നിർത്തുന്നു. സമയം പരിമിതമാണ്. വിഷയങ്ങൾ എവിടെ എത്തിയിട്ടില്ല, ഞാനൊന്ന് തോണ്ടി വെച്ചു എന്ന് മാത്രം. സൗകര്യപൂർവ്വം വീണ്ടും പറയാനും കേൾക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വർഗ്ഗക്കാരിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹുവിന്റെ മഹലായ ഫദ്ല് കൊണ്ട്, അംബിയ ഔലിയ ഇന്ന മദദ് കൊണ്ട് സ്വർഗീയസ്ഥരിൽ ഉൾപ്പെടാൻ പറ്റുന്ന അടയാളങ്ങൾ തന്ന അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. അതിന് പറ്റുന്ന നല്ല മനസ്സ്, നല്ല ഖൽബ്, ഖൽബിന്റെ സഫ അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ.
ഒരാളോടും ഒരു വൈരാഗ്യവും ഒരു വിദ്വേഷവും ഇല്ലാതെ നല്ല നിലക്ക് ദീനിന് വേണ്ടി അവനവനെ കൊണ്ട് കഴിയുന്ന ഖിദ്മത്തെടുത്തുകൊണ്ട് നല്ല നിലക്ക് ഈമാൻ കാത്തു സൂക്ഷിച്ച് ജീവിച്ച് അവസാനം മൗത്ത് വരുന്ന നേരത്ത് കാമിലായ ഈമാനോടെ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുന്നാര പ്രശോഭിത പൂമുഖം മതിവരുവോളം കണ്ട് കലിമയൊല്ലി പിരിയാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് തരട്ടെ. നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഉസ്താദുമാരിൽ സൂക്കേടിലായി മറ്റും വിഷമമുള്ള ആളുകൾക്ക് അല്ലാഹു തആല രക്ഷ നൽകുമാറാകട്ടെ.